വേദിയിലും സദസ്സിലും ഇരിക്കുന്ന NDAയുടെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട പ്രവർത്തകരെ, ഞാൻ ഇന്ന് പാലക്കാട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പങ്കെടുത്ത ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് ഓടിയെത്തുകയാണ് ഉണ്ടായത്. ഇടയ്ക്ക് പല സമയത്തും വിചാരിച്ചു എനിക്ക് എത്താൻ പറ്റുമോ എന്നൊരു സംശയം. പക്ഷേ ദൈവം അനുഗ്രഹിച്ച് കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചു. നമുക്കറിയാം, ഈ കുന്നത്തുനാടിന് ഞാൻ പ്രത്യേകമായിട്ടൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. 14 വർഷം മുമ്പ് എൻ്റെ അച്ഛൻ ഈ ലോകം വിട്ടുപോയപ്പോൾ മക്കളായ ഞാനും എൻ്റെ സഹോദരനും കൂടി തീരുമാനിച്ചതാണ്, ഈ ഒരു നാട് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. നമ്മുടെ വ്യവസായങ്ങൾ വളർന്ന് ഒരുപാട് വലുതാകുമ്പോൾ അതോടൊപ്പം ഈ നാടും വളരണം. അതാണ് സുസ്ഥിരമായിട്ടുള്ള ഒരു വികസനമെന്ന്. അത് കണ്ടും കേട്ടും പഠിച്ച് വളർന്നവരാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ അദ്ദേഹം ഈ ലോകം വിട്ടുപോയി കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ സഹോദരനും ആലോചിച്ചു, എന്താണ് ഈ നാടിൻ്റെ പ്രശ്നം, എങ്ങനെ ഇത് പരിഹരിക്കാം. അങ്ങനെ കിഴക്കമ്പലം എന്ന് പറയുന്ന ആ പഞ്ചായത്തിൽ 7850 വീടുകളാണ് 2012 ഇന്ന് കിഴക്കമ്പലം വികസിച്ചു. ഇന്ന് ഏതാണ്ട് 15,000 വീടുകൾ കിഴക്കമ്പലത്ത് ഉണ്ടെന്നുള്ളത് തന്നെ നമ്മുടെ പ്രവൃത്തിയുടെ അഭിമാനത്തോടെ നമുക്ക് പറയാം. അങ്ങനെ ഈ 7850 വീടുകളിൽ 7500 വീടുകളും ഞങ്ങൾ നടന്ന് കയറി. അങ്ങനെ ഓരോ വീടുകൾ നടന്ന് കയറുമ്പോഴും ഒരു പക്ഷേ ഇന്നും ആ രംഗങ്ങൾ ഓർക്കുമ്പോൾ കണ്ണ് നിറയാറുണ്ട്. കാരണം ഞങ്ങൾ അവിടെ ഒപ്പിയെടുത്തതും കണ്ടതും ഈ ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന ചിത്രങ്ങളായിരുന്നു. പല അമ്മമാരും ഇവിടെ ഇരിക്കുന്ന മുന്നിലിരിക്കുന്നവരൊക്കെ ഉണ്ട്. പല അമ്മമാരും തങ്ങളുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ആരും അറിയാതെ വാതിലിൻ്റെ മറയിൽ നിന്ന് സാരി തുമ്പ് കൊണ്ട് കണ്ണുനീരൊപ്പുന്നത് ഞങ്ങൾ കണ്ടു. കാരണം സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് കൊടുത്തു വിടാനായിട്ട് അടുക്കളയിൽ ഒന്നുമില്ല, അടുക്കള കാലിയാണ്. വൈകുന്നേരം സ്കൂൾ വിട്ട് വിശന്ന് വലിഞ്ഞ് വരുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ആരും കാണാതെ കണ്ണുനീരൊപ്പുന്ന അമ്മമാരെ ഞങ്ങൾ കണ്ടു. അവരുടെ അടുക്കളയിൽ ഒന്നുമില്ല. അതുപോലെ തന്നെ കിഴക്കമ്പലം എന്ന് പറയുന്ന പഞ്ചായത്തിൽ മാത്രം ഏതാണ്ട് 282 കുടുംബങ്ങൾ 4 കാലിൽ നീല ടർപ്പായി വലിച്ചു കെട്ടി അതിൽ മനുഷ്യനും മൺതിട്ടയുണ്ടാക്കി മനുഷ്യനും പട്ടിയും ആടും കോഴിയും എല്ലാം ഒന്നിച്ച് കിടന്നിറങ്ങുന്നത് ഞങ്ങൾ കണ്ടു. അന്നൊന്നും ഒരിക്കലും ജീവിതത്തിൽ ആഗ്രഹിച്ചില്ല ഒരു രാഷ്ട്രീയത്തിലേക്ക് വരണമെന്നോ ഇതുപോലെയൊക്കെ ആകുമെന്ന്. അങ്ങനെ ആഗ്രഹിച്ചിട്ടുള്ള ആളുമല്ല ഞാൻ. അപ്പോൾ മനസ്സിൽ ഒരു പകയായിരുന്നു. കാരണം 10-70 വർഷക്കാലമായിട്ട് ഈ കേരളത്തെ മാറി മാറി ഭരിച്ച് ഇവിടുത്തെ പാവപ്പെട്ടവൻ്റെ രക്തമൂറ്റി കുടിച്ച രാഷ്ട്രീയക്കാരോടൊരു പക. അവിടെ തീരുമാനിച്ചു, നമുക്ക് ഈ കേരളം എമ്പാടും നന്നാക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരു നാടെങ്കിലും, തങ്ങൾ ജനിച്ചു വളർന്ന ഒരു നാടെങ്കിലും പട്ടിണിയില്ലാത്ത, അമ്മമാരുടെ കണ്ണുനീര് വീഴാത്ത, കുട്ടികളുടെ കണ്ണുനീര് വീഴാത്ത, കരച്ചിലില്ലാത്ത, സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു നാടുണ്ടാക്കിയിട്ട് ഇതെല്ലാം നശിപ്പിച്ചവരോട് വിളിച്ചു പറയണം ഇതും സാധ്യമാണ് എന്ന്. അങ്ങനെ തുടങ്ങിയതാണ് 2020. 2012 ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിയൊന്നും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്ന എൻ്റെ അച്ഛൻ തന്നെ ആ ദൗത്യം, ആ സ്വപ്നം പൂർത്തിയാക്കിയാന്. അങ്ങനെ ആലോചിച്ചപ്പോൾ 8 വർഷം വേണം. ഒരു 8 വർഷം കൊണ്ടാണ് കിഴക്കമ്പലം എന്ന് പറയുന്ന പഞ്ചായത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കൂ. അങ്ങനെ കൂട്ടിയപ്പോഴാണ് 2012, 8, 2020 2020 കിഴക്കമ്പലം അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന രൂപം കൊണ്ടത്. പക്ഷേ ഞാൻ ആദ്യമായിട്ട് 1,00,000 വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ 40 വീടുകൾക്ക്
ഒരു ടാപ്പ്, വീട് എന്ന് പറയാൻ സാധിക്കില്ല, ഒരു ഭിത്തിക്ക് അപ്പുറവും ഇപ്പുറവും 2 കുടുംബങ്ങൾ ടർപ്പായെല്ലാം വലിച്ചു കെട്ടിക്കിടക്കുന്നു. മഴ പെയ്യുമ്പോൾ കാറ്റ് ഊതുമ്പോൾ അമ്മമാർ മക്കളെ മാറോട് ചേർത്ത് നിർത്തി മോളിൽ മുറം വെച്ച് തടയുകയാണ്, വെള്ളം തടയുന്നത്. അത് ഞങ്ങൾ കണ്ടതാണത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഈ 40 വീടിന് ഒരു ടാപ്പിൽ 1 മണിക്കൂർ വരുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് 40 കുടുംബങ്ങൾ ജീവിക്കുന്നത്. കുഴൽക്കിണർ കുത്തി അവർക്ക് 7 ദിവസവും 24 മണിക്കൂറും വെള്ളം കൊടുക്കുന്നതിനുള്ള പദ്ധതി ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കോളനി ചെന്നപ്പോൾ പറയുകയാണ്, ഓരോ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അവിടുത്തെ ഒരു കോൺഗ്രസിൻ്റെ നേതാവുണ്ട്, അവർ ചെന്ന് ഈ പാവങ്ങളോട് പറയും, നിങ്ങളുടെ ഈ വീടെല്ലാം ഞങ്ങൾ ഒറ്റ വീടുകളാക്കി തരാമെന്ന് എന്ന് പറഞ്ഞ് കൈക്ക് മേലെ കൈവച്ച് സത്യം ചെയ്യിക്കും ഈ പാവങ്ങളോട്. അവരെല്ലാം അത് വിശ്വസിച്ച് വോട്ട് ചെയ്യും. വോട്ട് ചെയ്ത് ജയിച്ചു കഴിയുമ്പോൾ അവർ കാലും മാറും. അങ്ങനെ 3 തവണ അവരെ പറ്റിച്ചവരാ. പക്ഷേ 2015 മത്സരിക്കാൻ ഇടയായത് തന്നെ ഈ പദ്ധതികൾ ഓരോന്നും ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ UDF കുരുപൊട്ടി. അവർ കയറി തടഞ്ഞു, സ്റ്റോപ്പ് മെമ്മോ തന്നു. അങ്ങനെയാണ് ഒരു ദിവസം ഞങ്ങൾ തീരുമാനിച്ചത്, അധികാരമില്ലാതെ ഭരണമില്ലാതെ ഈ പഞ്ചായത്തിനെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല. അങ്ങനെയാണ് നമ്മളെ 2015 തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചതും 19 17 സീറ്റ് നൽകി കിഴക്കമ്പലം ഈ 2020 വരവേറ്റത്. അങ്ങനെ 2020 വരെ ഭരിച്ചു. 2015 ഭരണം ഏറ്റെടുക്കുമ്പോൾ 39 ലക്ഷം രൂപ കടമായിരുന്ന പഞ്ചായത്തിനെ 5 വർഷം വളരെ നല്ല രീതിയിൽ ഈ ലോകത്തിൽ, ഈ ഇന്ത്യയിൽ 2,72,000 പഞ്ചായത്തുകളിൽ വെച്ച് ഏറ്റവും നല്ല പഞ്ചായത്താക്കി മാറ്റിയതിന് ശേഷം 13,57,00,000 രൂപ ജനങ്ങളുടെ പേരിൽ നിക്ഷേപമിട്ടിട്ടാണ് ഭരണം അവസാനിപ്പിച്ചത്. രണ്ടാമത് വീണ്ടും സമീപ പഞ്ചായത്തുകളൊക്കെ പറഞ്ഞു, ഞങ്ങൾക്കും വേണം 2020 മോഡൽ. സാമ്പത്തികം ഉണ്ടായിട്ടല്ല, കഴിവുണ്ടായിട്ടല്ല, പക്ഷേ അവരുടെ കണ്ണുനീരിന് മുന്നിൽ കീഴടങ്ങി അവിടെയും മത്സരിക്കാൻ തീരുമാനിച്ചു. പക്ഷേ 2020 മത്സരിച്ചപ്പോൾ ഇവിടുത്തെ ഇടതും വലതും ഒന്നായി ചേർന്നു. നമ്മുടെ ബൂത്തുകൾ കണ്ണൂർ മോഡൽ അവർ പിടിച്ചടക്കി. ഏതാണ്ട് 1400ഓളം ആളുകൾക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചില്ല. 400 പേർ അടികൊണ്ടു. അങ്ങനെ വലിയൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ബൂത്തുകളിലിട്ട് വോട്ട് ചെയ്യാൻ വന്നവരെ മൃഗീയമായിട്ട് മർദ്ദിച്ചു. അപ്പോഴും ഞാൻ വിചാരിച്ചു അത് പോകട്ടെ. പക്ഷേ ഈ ബൂത്ത് പിടിക്കലും നമ്മുടെ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യലുമാണ്. ഇതിങ്ങനെ വിട്ടാൽ ശരിയാകില്ല. നിയമസഭയിലേക്ക് മത്സരിച്ച് കേരളം പിടിക്കണമെന്ന് എനിക്ക് തോന്നാനായിട്ടൊരു കാരണമുണ്ടായത് അങ്ങനെയാണ്. ആ 2021 വന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ 8 നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചു. ഒറ്റയ്ക്ക് നിന്ന് 3 ദേശീയ മുന്നണികളാണ് അപ്പുറത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ മത്സരിച്ച് നമ്മൾ 15.3% വോട്ട് നേടി. അന്ന് എല്ലാവരും പറഞ്ഞു, കുന്നത്ത് നാട് മാത്രം മത്സരിച്ചിരുന്നെങ്കിൽ നമ്മളുടെ MLA ഇവിടെ ഉണ്ടായിരുന്നേന്ന്. പക്ഷേ നമ്മൾ 8 മണ്ഡലത്തിൽ പോയി. അത് ദൈവ നിശ്ചയമായിരുന്നു. നമ്മൾ വേറൊരു തലത്തിലേക്ക് ദൈവം കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിച്ചു എന്നുള്ളതാണത്. അങ്ങനെ 21 കഴിഞ്ഞ് അധികാരം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ LDF മുന്നണി അധികാരം ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ജൂൺ മാസം 2-ാം തീയതി മുതൽ ജൂൺ മാസം 28-ാം തീയതി വരെ 12 പ്രാവശ്യമാണ് എൻ്റെ ഫാക്ടറി അവർ റെയ്ഡ് ചെയ്തത്. എന്തിനാ അവർ റെയ്ഡ് ചെയ്തത്? കാരണം അവർക്കറിയാം ഈ രീതിയിൽ സാബു ജേക്കബിനെ മുന്നോട്ട് വിട്ടുകഴിഞ്ഞാൽ അപകടമാണ്. അതുകൊണ്ട് സാബു ജേക്കബിനെ ഇല്ലാതെയാക്കിയാൽ കിറ്റക്സ് കമ്പനി ഇല്ലാതെയാവും. കിറ്റക്സ് കമ്പനി ഇല്ലാതെയായാൽ 2020 ഇല്ലാതെയാവും. അങ്ങനെ ആ ഒരു ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചത്. പക്ഷേ അവിടെയും ദൈവം എൻ്റെ കൂടെ നിന്നു. ഞാൻ ഒറ്റയ്ക്ക് നിന്ന് 140 MLA-മാരോട് പോരാടി, ഇവിടുത്തെ ഭരിക്കുന്ന CPM-നോട് പോരാടി. എൻ്റെ ഒരു രോമം പോലും പറിക്കാൻ സാധിച്ചില്ല. 12 മുഖ്യമന്ത്രിമാരാണ് എന്നെ നേരിട്ട് വിളിച്ചത്. തെലങ്കാന ഗവൺമെൻറ് മുഖ്യമന്ത്രി വിളിക്കുക മാത്രമല്ല, സ്വകാര്യ ജെറ്റ് അയച്ച് എന്നെ അവിടേക്ക് കൊണ്ടുപോയി 500 ഏക്കർ സ്ഥലം എനിക്കെൻ്റെ പേരിൽ എഴുതി തന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഒരു ഫാക്ടറി ഞാൻ അവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും 1 വർഷത്തിനുള്ളിൽ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ പ്രധാനമന്ത്രി
നരേന്ദ്രമോദിജി വന്ന് ഈ രാജ്യത്തിന് സമർപ്പിക്കുന്ന ഒരു ശുഭമുഹൂർത്തമുണ്ടാകും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ 2025 പഞ്ചായത്ത് ത്രിതല തെരഞ്ഞെടുപ്പിൽ ഇവർ വീണ്ടും വിചാരിച്ചു ഇതുപോലെ 2020 വളർന്നു കഴിഞ്ഞാൽ ഈ കേരളമെമ്പാടും ഇത് പടരും. അതുകൊണ്ട് ഇവിടുത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി പരസ്യമായിട്ട് പറഞ്ഞു, സാബു ജേക്കബ് നിന്നെ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കും. 2020 എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കും, ഇല്ലാതെയാക്കും എന്ന് പറഞ്ഞു. അവര് LDF 11 പാർട്ടികൾ, UDF 11 പാർട്ടികൾ, അതുകൂടാതെ STPI, PDP, വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി, അങ്ങനെ 25 പാർട്ടികൾ ചേർന്ന് 2020-ക്കെതിരെ ഒരേ സ്ഥാനാർത്ഥികളെ നിർത്തി, ഒരേ ചിഹ്നത്തില്, ടെലിവിഷൻ ചിഹ്നത്തില്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അരുവാൾ സിറ്റിയിൽ മത്സരിച്ചില്ല, കോൺഗ്രസ് പാർട്ടി കൈപ്പത്തിയിൽ മത്സരിച്ചില്ല, ഇവരെല്ലാവരും ടെലിവിഷൻ ചിഹ്നത്തിൽ മത്സരിച്ചു 2020 ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടും നമ്മൾ പിടിച്ചു നിന്നു. 10% സീറ്റുകൾ നമ്മൾ കൂടുതൽ നേടി. ഇന്ന് 4 പഞ്ചായത്തുകൾ 2020 ഭരിക്കുന്നു, നമ്മൾ നിലനിർത്തി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പലർക്കും ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് നമ്മൾ NDAയിൽ ചേർന്നു എന്ന്. ഇപ്പൊ നമുക്കറിയാം, എൻ്റെ മുന്നിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒന്നല്ലെങ്കിൽ ഞാൻ തോറ്റു കൊടുത്ത് ഈ 2020 എന്ന് പറയുന്ന പ്രസ്ഥാനം ഇവിടെ അവസാനിപ്പിക്കണം. അങ്ങനെ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ സാബു ജേക്കബ് അല്ല തോൽക്കുന്നത്, ഈ നാടാണ് തോൽക്കുന്നത്, ഈ കുന്നത്ത് നാടാണ് തോൽക്കുന്നത്, ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളാണ് തോൽക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് NDAയോടൊപ്പം ചേർന്ന് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി, നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് NDA ചേർന്നത്. ഇപ്പോൾ നമ്മൾ NDA ചേർന്നിട്ട് 2 മാസം തികയാണ്. എല്ലാവരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, NDA ചേർന്നിട്ട് എന്ത് ഗുണമുണ്ടായി എന്ന്. ഞാൻ 3 കാര്യം മാത്രം ഈ 2 മാസം കൊണ്ട് ഈ കേരളത്തിന് നേടിക്കൊടുക്കാൻ പറ്റും മാത്രം പറയാം. കാരണം ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, ഞാൻ NDA ചേർന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് ആളുകൾ എന്നെ കാണാൻ വന്നു. അവരുടെ ആവശ്യം അങ്കമാലി കുണ്ടന്നൂർ 6 വരി പാത, അതിൻ്റെ കാലാവധി തീർന്നു, അത് കേരളത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു, സാർ ഇടപെടണം. അപ്പോഴാണ് അതിനെപ്പറ്റി തിരക്കിയപ്പോൾ 2024 കേന്ദ്ര ഗവൺമെൻറ് അങ്കമാലിയിൽ നിന്ന് കുണ്ടന്നൂരിലേക്ക് ഒരു 6 വരി പാതയ്ക്കായിട്ട് 6500 കോടി രൂപ അനുവദിച്ചു. കേരളത്തിന് ഒരു പൈസയുടെ ചെലവില്ല. കേരളം ചെയ്യേണ്ടത് ഉദ്യോഗസ്ഥന്മാരെ വെച്ച് അത് സർവേ ചെയ്ത് ആ സ്ഥലം എടുത്തു കൊടുക്കണം. അതിനുള്ള പൈസയും കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കും. അങ്ങനെ ഒരു പാത വന്നു കഴിഞ്ഞാൽ അങ്കമാലിയിൽ നിന്ന് ഇന്ന് എറണാകുളത്ത് എത്താനായിട്ട് 3.5 മണിക്കൂറുള്ള സ്ഥലത്ത് വെറും 15 മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ കുണ്ടന്നൂരെത്താൻ സാധിക്കും. ഈ പാതയുടെ ഏറ്റവും കൂടുതൽ പ്രയോജനം അനുഭവിക്കുന്നത് കുന്നത്തുനാടിലെ 7 പഞ്ചായത്തുകളാണ്. കാരണം ഈ പാത കടന്നു പോകുന്നത് കുന്നത്തുനാടിൻ്റെ മഴുവന്നൂർ പഞ്ചായത്ത്, ഐക്കരനാട് പഞ്ചായത്ത്, കുന്നത്തുനാട് പഞ്ചായത്ത്, കിഴക്കമ്പലം പഞ്ചായത്ത്, പുത്തൻകുരിശ് പഞ്ചായത്ത്, പൂത്തറക്ക പഞ്ചായത്ത്, ഈ 7 പഞ്ചായത്തുകൾക്കും വലിയൊരു പ്രയോജനമുണ്ടാകുന്ന ഒരു പാത. അത് ഞാൻ നമ്മുടെ ഗതാഗത മന്ത്രി ഗഡ്കരിയുമായിട്ട് ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോൾ കേന്ദ്രം 6 വരി പാത കൊടുക്കുന്നില്ല, 6 വരി പാത നിർത്തലാക്കി. കേന്ദ്രം ഇപ്പം തുടങ്ങുന്നത് 8 വരി പാത, 10 വരി, 12, 14 മറ്റ് സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ചെയ്യാവുന്നത്, നിങ്ങൾ 8 വരി സമ്മതിക്കുകയാണെങ്കിൽ അത് നമുക്ക് നോക്കാം. ഞാൻ സന്തോഷത്തോടെ പറഞ്ഞു, ഞങ്ങൾക്ക് 8 വരിയാണ് വേണ്ടത്. അദ്ദേഹം ഉടനെ തന്നെ ആ കാര്യത്തിൽ തീരുമാനമെടുത്തു. ഈ 6 വരി പാത 8 വരിയായി 6500 കോടി എന്നുള്ളത് 9500 കോടിയാക്കി മാറ്റി. അത് ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ പുനർവിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ 8 വരി പാതയായിട്ട് നമ്മുടെ പ്രദേശത്ത് ഒരു വൻ വികസന കുതിപ്പാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോ
ഇതാണ് NDA ചേർന്നിട്ട് ആദ്യമായിട്ട് എനിക്ക് നാടിന് വേണ്ടിയിട്ട്, കേരളത്തിന് വേണ്ടി ചെയ്യാൻ പറ്റിയത്. രണ്ടാമത്തെ കാര്യം നമുക്കറിയാം, ഇവിടെ രണ്ട് സഭകൾ തമ്മിലുള്ള ഒരു തർക്കമുണ്ട്. 114 വർഷമായി സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തുടങ്ങിയതാണ്. ഈ തർക്കം ആത്മാർത്ഥമായിട്ട് ഇവിടെ ഭരിച്ച LDF-ന്റെ നേതാക്കന്മാരോ UDF-ന്റെ നേതാക്കന്മാരോ വിചാരിച്ചിരുന്നെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പേ അത് പരിഹരിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ ഭരിച്ച ഉമ്മൻചാണ്ടി ആയിക്കോട്ടെ, പിണറായി വിജയൻ ആയിക്കോട്ടെ, ഇവര് ഈ രണ്ട് സഭകളെ തമ്മിൽ അടുപ്പിച്ച്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ കേട്ടിട്ടില്ലേ, രണ്ട് മുട്ടനാടുകളെ തമ്മിൽ ഇടിപ്പിച്ച് ആ രക്തം ഊറ്റിക്കുടിക്കുന്ന ഒരു ചെന്നായി ആയിട്ടാണ് ഈ പറയുന്ന LDF-ഉം UDF-ഉം പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെയാണ് 114 വർഷമായിട്ട് തീരാത്ത പ്രശ്നം ഇവിടെ ഉണ്ടായത്. എത്രയോ ആയിരക്കണക്കിന് ആളുകള്, വിശ്വാസികള് അടികൊണ്ടു ജയിലിൽ പോയി. എത്രയോ കേസുകൾ അതിന്റെ പുറത്തുണ്ട്. എത്രയോ ആളുകള് സ്വന്തം പിതാവിനെയും മാതാവിനെയും സംസ്കരിക്കാൻ പറ്റാതെ മാസങ്ങളോളം വഴിയരികിലും മോർച്ചറിയിലും കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോ എന്തുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ, ഇവിടെ ഭരിച്ചവര് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ ശ്രമിച്ചില്ല? അപ്പോ എനിക്ക് തോന്നി ഇത് പരിഹരിക്കാനായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് മാത്രം, കാരണം നിഷ്പക്ഷനായിട്ടുള്ള നീതി ഉറപ്പാക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇത് സാധിക്കൂ എന്ന് കണ്ടു കഴിഞ്ഞപ്പോ സഭാ മേലധ്യക്ഷന്മാരെ പ്രധാനമന്ത്രിയുടെ അടുത്ത് കൊണ്ടുപോയി 1 മണിക്കൂർ അദ്ദേഹം അതിനുവേണ്ടി ചെലവഴിച്ചു. അദ്ദേഹം പറഞ്ഞു, രണ്ട് കൂട്ടരെയും വേദനിപ്പിക്കാതെ, രണ്ട് കൂട്ടർക്കും നീതി ഉറപ്പാക്കിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിച്ചിരിക്കും എന്നൊരു ഉറപ്പ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹം എറണാകുളത്ത് വന്നപ്പോൾ ഈ കാര്യം വീണ്ടും എന്നോട് ചോദിച്ചു. ബിഷപ്പുമാരെന്ത് പറഞ്ഞു? അവര് സന്തോഷത്തോടെയാണോ തിരിച്ചു പോയത്? അതിന് പരിഹാരമുണ്ടാക്കാം നമുക്ക്. അതിന്റെ പിറ്റേ ദിവസം അദ്ദേഹം ന്യൂനപക്ഷ മന്ത്രിക്ക് നിർദ്ദേശം കൊടുത്തു. കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രിക്ക് രണ്ട് വിഭാഗങ്ങളെയും കണ്ട് അവരുമായിട്ട് ചർച്ച ചെയ്ത് ഈ പ്രശ്നം 6 മാസത്തിനുള്ളിൽ പരിഹരിക്കണം എന്നുള്ള നിർദ്ദേശം അദ്ദേഹം ഇവിടെ വരാനിരിക്കുമ്പോഴാണ് നമ്മുടെ പാചകവാതക ഷോർട്ടേജ് കാരണം അടിയന്തരമായിട്ട് ക്യാബിനറ്റ് വിളിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ അദ്ദേഹത്തിനൊന്ന് വരാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ട് മുമ്പിലുള്ള വെള്ളിയാഴ്ച 2 മേലധ്യക്ഷന്മാരുമായിട്ട് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്ത് അദ്ദേഹം വരാനായിട്ട് ഇരുന്നതാണ്. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഈ ഇലക്ഷന് മുമ്പായിട്ട് തന്നെ എന്തെങ്കിലും ഒരു ശുഭവാർത്ത നമുക്ക് കേൾക്കാമായിരുന്നു. തീർച്ചയായിട്ടും ഒരു കാര്യം ഞാൻ പറയുന്നു, 6 മാസത്തിനുള്ളിൽ ഈ 114 വർഷമായിട്ട് ഈ വിശ്വാസികൾ നേരിടുന്ന പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കും. ഇത് സാബു ജേക്കബിന്റെ മാത്രം ഉറപ്പല്ല, ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറപ്പാണ്. അപ്പോ ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഇന്ത്യയില് ന്യൂനപക്ഷങ്ങളിൽ അതിന്യൂനപക്ഷം, അതായത് സിഖുകാര്, ജൈൻ, പാർസീസ്, ബുദ്ധര്, ക്രിസ്ത്യാനികള്, ഈ 5 വിഭാഗം എന്ന് പറയുന്നത് ന്യൂനപക്ഷത്തിൽ അതിന്യൂനപക്ഷമാണ്. ഇവര് വംശനാശം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാവരും കൂടിയാലേ 5.2% ഉള്ളൂ. അത് 2011 കണക്കനുസരിച്ച് ഇപ്പോ 4% കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ അറിവ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ വിഭാഗങ്ങള് കുറഞ്ഞ് ഇവര് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെ സംരക്ഷിക്കാനായിട്ട് പ്രത്യേക വിഭാഗമായിട്ട് പരിഗണിക്കണമെന്ന് ഇവിടുത്തെ മേലധ്യക്ഷന്മാർ, സഭാ മേലധ്യക്ഷന്മാരും അതുപോലെ അന്ന് ഞങ്ങൾ കണ്ടപ്പോഴും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അദ്ദേഹം ആ കാര്യത്തിലും ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ പറയുന്ന അതിന്യൂനപക്ഷം ക്രിസ്ത്യാനികൾ അടക്കമുള്ളവർക്ക് പ്രത്യേക വിഭാഗമായിട്ട് പരിഗണിച്ച് അവർക്ക് ഒരു പ്രത്യേക സാമ്പത്തിക സംവരണം, ജോലി സംവരണം തുടങ്ങിയ വിവിധ കാര്യങ്ങൾ കിട്ടുമെന്നുള്ള ഉറപ്പും കിട്ടിയിട്ടുണ്ട്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇപ്പോ നിങ്ങൾ ആലോചിക്കുക, വെറും 2 മാസം കൊണ്ട് കേരളത്തിന്റെ ചരിത്രത്തില് തങ്കലിപികളിൽ എഴുതി ചേർക്കുന്ന ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ ഇനി ഒരു 5 വർഷം കൊണ്ട് എന്തെല്ലാം ഈ കേരളത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. അത് മാത്രമല്ല, നിങ്ങൾ
എറണാകുളത്ത് വന്നപ്പോൾ, പ്രധാനമന്ത്രി വന്നപ്പോൾ, തിരുവനന്തപുരത്ത് വന്നപ്പോൾ, ഇന്ന് പാലക്കാട് വന്നപ്പോഴൊക്കെ ആയിക്കോട്ടെ, 2020യുടെ ആ പാർട്ടിയോട്, എന്നോട് ഒരു പ്രത്യേക വാത്സല്യം അദ്ദേഹം കാണിക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇന്നത്തെ TV-യിൽ നോക്കിയാലും അറിയാം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ അവസരം ഇന്ത്യ ഭരിക്കുന്ന, ഇന്ത്യയെ ലോകത്തിന്റെ 4ാം സാമ്പത്തിക ശക്തിയായി ഉയർത്തിയ, ഡിജിറ്റൽ എക്കോണമിയിൽ 3ാം ശക്തിയായി ഉയർത്തിയ നരേന്ദ്രമോദിജിയോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ ഈ കേരളത്തെ നമുക്ക് മാറ്റിമറിക്കാൻ സാധിക്കും. ഇവിടെ നമുക്കറിയാം, കഴിഞ്ഞ തവണ പറ്റിയ മാതിരി ഒരു അബദ്ധം നമുക്ക് പരത്തരുത്. കഴിഞ്ഞ തവണ 21-ല് കിഴക്കമ്പലത്തും കുന്നത്തുനാടിലെ എല്ലാ പ്രവർത്തകരും മറ്റേഴ് മണ്ഡലങ്ങളും വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ പോയി. പക്ഷെ ഈ തവണ അതല്ല സ്ഥിതി. ഈ തവണ കുന്നത്തുനാടിലെ ജനങ്ങൾ മുഴുവൻ കുന്നത്തുനാടിൽ നിന്ന് പ്രവർത്തിക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ട്? നമ്മുടെ ബാബു ദിവാകരന് വേണ്ടിയിട്ട്. ബാബു ദിവാകരനെ പറ്റി പറയുമ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയതാ. ഞാനൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി. ഹൈക്കോടതിയിലെ വക്കീലായിരുന്നു, ഒരു പ്രധാന അഭിഭാഷകനായിരുന്നു, 35 വർഷം ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ആ ലിസ്റ്റ് ഡൽഹിക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം രാവിലെ ഞാൻ യൂട്യൂബിലൊരു വാർത്ത കാണുന്നത് ബാബു ദിവാകരനെ പറ്റി. ഇദ്ദേഹം റോഡിൽ നിന്ന് പത്രക്കാരോട് പൊട്ടിക്കരയുന്നു. 35 വർഷം കോൺഗ്രസിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച് അവസാനം വാടക വീട്ടിൽ നിന്ന് വാടക പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാതെ കോൺഗ്രസ്സുകാര് അദ്ദേഹത്തെ എല്ലാ രീതിയിലും ഉപദ്രവിച്ചതിൻ്റെ വിഷമം അദ്ദേഹം മാധ്യമങ്ങളോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ടു. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ വേദനിപ്പിച്ചതും എന്നെ അദ്ദേഹത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുപോയതും ഒരു കാര്യമാണത്. അദ്ദേഹം സ്വന്തമായിട്ട്, അതായത് 35 വർഷം കോൺഗ്രസിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ട് ഒരു വാടക വീട്ടിലാണ് കിടക്കുന്നത് എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥ രാഷ്ട്രീയ സേവനമാണ് അദ്ദേഹം ചെയ്തത് എന്നുള്ളതിന് ഉദാഹരണമാണ്. അതിനേക്കാൾ ഉപരി നിങ്ങൾക്കറിയാം, കയറിക്കിടക്കാൻ സുരക്ഷിതമായിട്ടുള്ള ഒരു വീടില്ലാത്തവരുടെ ദുഃഖം എന്താണെന്ന് അറിയാൻ പറ്റൂ. അപ്പോ അതിന് ഏറ്റവും പറ്റിയ ആളാണ് ബാബു ദിവാകരൻ. ഭക്ഷണം കഴിക്കാത്തവനാണ്, വിശപ്പിന്റെ വില അറിയൂ. അങ്ങനെ പല ദിവസങ്ങളിലും ഭക്ഷണം കഴിക്കാതെ ജീവിച്ചവനാണ് നമ്മുടെ ബാബു ദിവാകരൻ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദിച്ചു, ഇനിയിപ്പോൾ എന്നോട് വന്ന് താമസിക്കാൻ പറ്റുമോ? എനിക്കൊന്നും പാക്ക് ചെയ്യാനില്ല, എനിക്ക് 5 മിനിറ്റ് കൊണ്ട് ഒരു സഞ്ചിയിൽ എടുക്കാവുന്നതും എൻ്റെ ഭാര്യയെ മാത്രമാണ് എനിക്ക് എടുത്തുകൊണ്ട് വരേണ്ടതായിട്ടുള്ളൂ, വേറെ ഒന്നും അവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഉടനെ നമ്മളുടെ ആളുകൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടു, ഇവിടെ വരാൻ പറഞ്ഞു. 3 മണിക്ക് അവിടെ നിന്ന് ഇവിടെ എത്തി. 4 മണിക്ക് ഞാൻ തീരുമാനിച്ചു, കുന്നത്തുനാടിന് പറ്റിയ യഥാർത്ഥ ജനസേവകൻ ഈ പറയുന്ന ബാബു ദിവാകരനാണെന്നുള്ളത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങള് നമ്മുടെ സ്ഥാനാർത്ഥി 2020യുടെ സ്ഥാനാർത്ഥി പാവങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിയവനാണത്. പാവങ്ങളുടെ വേദന അറിയുന്നവനാണ്, സാധാരണക്കാരന്റെ വേദന അറിയുന്നവനാണ്. അപ്പുറത്ത് നിൽക്കുന്ന 2 പേരോ അവരും കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു. അവരുടെ ആസ്തി എന്താ? കോടികളാണത്. അപ്പോ വീടും കിടപ്പാടവുമില്ലാത്ത, 3 നേരം വയറ് നേർച്ച് ഭക്ഷണം കഴിക്കാനില്ലാത്ത നമ്മുടെ സ്ഥാനാർത്ഥി നേരിടുന്നത് 2 കോടീശ്വരന്മാരോടാണ്. അപ്പോ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നിങ്ങള് ഇത്തവണ ഇവിടെ ഇത് കേട്ട് വീട്ടിൽ പോയി നമ്മൾ ജയിച്ചു എന്നുള്ള വിശ്വാസത്തിൽ പോകരുത്. ഓരോ ആളുകളും നിങ്ങൾ വീടാന്തോറും കയറി ഇറങ്ങി, സുഹൃത്തുക്കളായിക്കോട്ടെ, നിങ്ങളുടെ ബന്ധുക്കാരായിക്കോട്ടെ, അയൽവക്കക്കാരായിട്ട് ഓരോരുത്തരോടും പറയണം, 2020യുടെ സ്ഥാനാർത്ഥി വിജയിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്ന്. ഈ 2020യുടെ ഒരു MLA ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇതൊന്നുമില്ലാതെ തന്നെ ഈ MLA നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും തടസ്സമുണ്ടാക്കിയിട്ട്, റോഡ് ടാർ ചെയ്യാൻ തുടങ്ങി അതിന് തടസ്സമുണ്ടാക്കുന്നു. ഇപ്പൊ കിഴക്കമ്പലം ബസ് സ്റ്റാൻഡ്, അവിടെ സൗജന്യ ഭക്ഷണശാല, അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്, ഇതിനിടയ്ക്കുള്ള സമയം ചായയും കാപ്പിയും സ്നാക്സും, ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം വരെ ചായയും സ്നാക്സും,
വൈകുന്നേരം അതുപോലെ ഊണ്, ഇത്രയും കാര്യങ്ങൾ ആർക്ക് വേണമെങ്കിലും, കിഴക്കമ്പലത്ത് കൂടി പോകുന്ന ആർക്ക് വേണമെങ്കിലും കഴിക്കാവുന്ന ഒരു സംവിധാനം നമ്മൾ അവിടെ ഉണ്ടാക്കി. അത് പണി തീർക്കാനായിട്ട് അയാൾ സമ്മതിച്ചിട്ടില്ല. ആ ബസ് സ്റ്റാൻഡിൻ്റെ പണി തീർക്കാൻ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടും എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിച്ചു. കഴിഞ്ഞ ഇലക്ഷൻ വന്നപ്പോൾ നമ്മുടെ സ്റ്റാൾ അടച്ചുപൂട്ടി. ഇപ്പോൾ ആ സ്റ്റാള് വീണ്ടും നമ്മൾ തുറന്നിരിക്കുകയാണത്. ഈ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ജില്ലാ മജിസ്ട്രേറ്റും ഒരു സംഘം എല്ലാം അങ്ങോട്ട് അരച്ചു കയറി വീണ്ടും. അപ്പം ഞാൻ വിചാരിച്ചു വീണ്ടും പൂട്ട് വീഴുമോന്ന്. അപ്പം ഞാൻ പഴയ ഹൈക്കോടതിയുടെ ഉത്തരവെടുത്ത് കാണിച്ചു, നിങ്ങൾ അടപ്പിച്ചാൽ ഞാൻ അപ്പം ഹൈക്കോടതി പോകും, അതുകൊണ്ട് അടപ്പിക്കുന്നത് ആലോചിച്ചിട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ തിരികെ പോവുകയാണ് ഉണ്ടായത്. പക്ഷെ ഓരോ ദിവസവും രാവിലെ ഞാൻ എപ്പോഴാണ് ഈ ഓർഡർ വരുന്നേ എന്ന് ആലോചിച്ചിരിക്കുക. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ നാട്ടിൽ നമ്മൾ ആർക്കെങ്കിലും ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഭക്ഷണം കഴിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് തടയാൻ പോകുന്നവരാണോ ജനസേവകര്? അപ്പൊ അങ്ങനെയുള്ളവരെ തിരിച്ചറിയണം. ഇങ്ങനെയുള്ള ആളുകൾ ഈ നാടിന് തന്നെ ആപത്താണത്. നമുക്ക് വേണ്ടത് ഈ നാടിനെ സേവിക്കുന്ന, ഇവിടുത്തെ പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ വേദന അറിയുന്ന ഒരു MLA ആണ് വേണ്ടത്. അതിന് ഏറ്റവും ഉചിതനായിട്ടുള്ള നമ്മുടെ സ്ഥാനാർത്ഥിയാണ് ബാബു ദിവാകരൻ. അപ്പോൾ അതുകൊണ്ട് ആരും അമിത വിശ്വാസത്തോടു കൂടി പോകരുത്. അവസാന ഘട്ടം വരുമ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ മാതിരി തന്നെ ഇടതും വലതും തമ്മിൽ ഒന്നിച്ചു ചേർന്ന് നമ്മളെ തോൽപ്പിക്കാനായിട്ടുള്ള ശ്രമം നടത്തും. അത് കരുതി വേണം. അപ്പോ 50% കൂടുതൽ വോട്ടുകൾ നേടിയാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഇടതും വലതും ഒന്നിച്ചു ചേർന്ന് 2020 ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കും. ഇപ്പോ പല ദിവസവും പല മാധ്യമ പ്രവർത്തകരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. LDF പറയുന്നു BJP UDFന്റെ B ടീമാണെന്ന്. UDF പറയുന്നു BJP LDFന്റെ B ടീമാണെന്ന്. അപ്പൊ രണ്ട് കൂട്ടരും ഒരു കാര്യം സമ്മതിച്ചു, A ടീം BJP തന്നെയാണെന്ന്. അതുകൊണ്ടാണല്ലോ രണ്ട് കൂട്ടരും B ടീമാണെന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അധികം നീട്ടുന്നില്ല. എല്ലാവരും, ഞാൻ പഴയ രീതിയിൽ നിങ്ങളുമായിട്ട് ഇത് ആദ്യമാണ് നമ്മുടെ കുന്നത്തുനാടിലെ ഒരു മീറ്റിങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചത്. കേരളമെമ്പാടും ഓടേണ്ട കാര്യമുണ്ട്. ഇന്നിപ്പോൾ പാലക്കാട്, തൃശ്ശൂർ കഴിഞ്ഞു, ഇനി നാളെ തിരുവനന്തപുരം, അങ്ങനെ എല്ലാ 140 മണ്ഡലങ്ങളിലും എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. എൻ്റെ കുറവ് ഈ നാട് ഏറ്റെടുക്കണം, നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കണം. ഇവിടെ നമുക്കറിയാം ഒരുപാട് അമ്മമാർ ഇവിടെ വന്നിട്ടുണ്ട്. ഈ 2020 പ്രസ്ഥാനമുണ്ടായതുകൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഈ കുന്നത്തുനാടിലെ അമ്മമാരും കുട്ടികളുമാണ്. നമുക്ക് ഈ കിഴക്കമ്പലം മോഡൽ 2020 മോഡൽ ഈ കേരളമെമ്പാടും പടർത്തണം. ഇത് കേരളത്തിലെ 941 പഞ്ചായത്തുകളിലുമുള്ള 3.5 കോടി ജനങ്ങൾക്ക് നമുക്ക് കിട്ടണം. നമ്മുടെ പ്രകടന പത്രിക ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച വരും. അതില് ഒരു പ്രകടന പത്രികയിൽ ഒന്നാമത്തെ ഐറ്റം ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകള് കേരളത്തിലെ 941 പഞ്ചായത്തുകളായിട്ട് 1220 ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകള് തുറക്കുമെന്ന പ്രഖ്യാപനമാണ്. അതുപോലെ ഒട്ടനവധി ഈ കേരളത്തിന് ആവശ്യമുള്ള, സാധാരണക്കാർക്ക് ആവശ്യമുള്ള ഒട്ടനവധി പ്രഖ്യാപനങ്ങളാണ് ചൊവ്വാഴ്ച നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടി കാത്തിരിക്കുക. അപ്പോൾ നമ്മുടെ MLA ആയിരിക്കും കുന്നത്തുനാട് ഭരിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ ഉറപ്പു തരുന്നു, ഈ കുന്നത്തുനാട് കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു നിയോജക മണ്ഡലമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാബു ജേക്കബിന്റെ ഉറപ്പുണ്ട്. അതിനെ മുഴുവനായിട്ടും അതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാനായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നമ്മളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരുപാട് നന്ദി ശ്രീ ഷാബു M. ജേക്കബ് സർ. തീർച്ചയായിട്ടും വളരെ ശക്തമായൊരു പ്രഭാഷണം തന്നെ സാർ നമുക്ക് കാഴ്ചവെച്ചു. അടുത്തതായി സ്ഥാനാർത്ഥിക്ക് സ്വീകരണമാണ്.
ഹലോ, സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് 2020 സംസ്ഥാന ചെയർമാൻ ബോബി ജേക്കബ് അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇലക്ഷന്റെ കോർഡിനേറ്ററും 2020 നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റുമായ ദീപക് രാജൻ അവരുടെ ക്ഷണിക്കുന്നു. കുന്നത്തുനാട് നിയോജക മണ്ഡലം ഇലക്ഷന്റെ ഇൻചാർജും BJP എറണാകുളം ഈസ്റ്റ് ജില്ലയുടെ ജനറൽ സെക്രട്ടറിയുമായ അരുൺ പി മോഹനെ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. BJP കോലഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ശ്രീമാൻ അരുൺകുമാർ അവരുടെ സ്വീകരണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ബഹുമാന്യ സ്ഥാനാർത്ഥി നമ്മളോട് സംസാരിക്കും. യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഉദ്ഘാടകൻ, ഈ നാടിൻ്റെ പ്രിയപുത്രൻ, നിങ്ങളെ ഓരോരുത്തരുടെയും ആവേശവും പ്രിയപ്പെട്ട നേതാവുമായ ശ്രീ സാബു എം ജേക്കബ് അവർകൾ അടക്കം NDAയുടെ നേതാവ് ശ്രീ വിജയൻ ചേട്ടൻ അടക്കം ഈ വേദിയെ സമ്പുഷ്ടമാക്കുന്ന നേതാക്കന്മാരെ, ഒരാളുടെ പേര് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അനുമതിയോടുകൂടി. ഇവിടെ ഒരു അടൂർക്കാരനുണ്ട്, ശ്രീ ജയൻ അടൂർ. അദ്ദേഹം NCPയുടെ സംസ്ഥാന നേതാവ്, NCPയുടെ പ്രതിനിധിയായിട്ടാണ് ഈ വേദിയിൽ വന്നിട്ടുള്ളത്. അത് ഞാനൊന്നെടുത്ത് പറഞ്ഞു എന്ന് മാത്രം. വളരെ നേരത്തെ ആരംഭിച്ച പരിപാടിയാണ്, സമയം ഒരുപാട് വൈകുന്നു. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാണുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഒരു ദീർഘമേറിയ പ്രസംഗത്തിൻ്റെ സമയം ഞാനിവിടെ എടുക്കുന്നില്ല. അതുവഴി ആരെങ്കിലും ഒരാൾ കടന്നു പോയാൽ, ഇവിടെ ഏതോ സഭകളുടെ അല്ലെങ്കിൽ ദൈവ ശുശ്രൂഷകളോ അങ്ങനെ എന്തെങ്കിലും ആത്മീയ പരിപാടികളോ ആണ് നടക്കുന്നതെന്ന് തോന്നും കേൾവിയിൽ. എന്തുകൊണ്ടെന്നാൽ പറയുന്നവരും പ്രസംഗിക്കുന്നവരും എല്ലാം ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ദൈവത്തിൻ്റെ ഇടപെടലിനെ കുറിച്ച് സംസാരിക്കുന്നു. അതെന്താണ് അങ്ങനെ? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യോഗത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ എന്താണ്? അതാണ് സത്യം. ദൈവത്തിൻ്റെ ഇടപെടൽ, അതാണ് 2020 എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ദൈവാംശമുള്ള ഒരു പ്രസ്ഥാനം. അതിനെ നയിച്ചുകൊണ്ടുപോയത് ശ്രീ സാബു എം ജേക്കബ്. ദൈവം ഓരോരുത്തരെ നിയോഗിക്കും. ദൈവം ഒരു ദിവസം, മിസ്റ്റർ സാബു എം ജേക്കബ്, താങ്കൾക്ക് വ്യവസായം മാത്രം പോരാ, താങ്കൾക്ക് ചില കാര്യങ്ങൾ കൂടി ചെയ്യാനുള്ള കഴിവുണ്ട്, അത് താങ്കൾ ചെയ്തേ മതിയാകൂ, അത് ഞാൻ താങ്കളെ ചുമതലപ്പെടുത്തുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു. ഞാനും അവിടെ വളരെ വിഷമത്തോടെ കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അദ്ദേഹം ഈ നാട്ടിലേക്ക് ഇറങ്ങിയത്, ഈ നാടിൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയത്, ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിയത്, അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നതും അവിടെ കണ്ടതും അതിന് പരിഹാരം കാണാൻ അദ്ദേഹം ശ്രമിച്ചതും. അപ്പം അദ്ദേഹം ദൈവത്തിൻ്റെ പ്രതിരൂപമാണ്. ഒരു ദിവസം രാവിലെ തെരുവിൽ വെയിൽ ഉദിച്ചു പൊങ്ങിയിരുന്നു. എൻ്റെ പിറകിൽ മഹാത്മാഗാന്ധിജിയുടെ പ്രതിമയുണ്ടായിരുന്നു. വെയിലിൻ്റെ കാഠിന്യം അങ്ങനെ വന്നു, എനിക്ക് മാധ്യമ സുഹൃത്തുക്കളുടെ മുഖം കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുവഴി പോകുന്ന എന്താണ് വലിയ പത്രക്കാരും ആൾക്കൂട്ടവും നിൽക്കുന്നു, ഒട്ടേറെ പേർ പോകുന്നു, കൈ കാണിക്കുന്നു, പക്ഷേ എനിക്ക് അവരെ ആരെയും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ തെരുവിൽ നിന്ന് ഞാൻ എൻ്റെ ജീവിതം പറഞ്ഞു, എൻ്റെ സങ്കടം പറഞ്ഞു, ഞാൻ സത്യം പറഞ്ഞു. അങ്ങനെ തെരുവിൽ വെറും കൈകളോടെ നിന്ന് തെരുവിൽ നിന്ന് സംസാരിച്ച എന്നെ കണ്ടെത്തിയ സാബു എം ജേക്കബ് അദ്ദേഹത്തിന്റെ സമ്മേളനത്തിൽ, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ യോഗങ്ങളിൽ ദൈവത്തിന്റെ പേര് പ്രതിപാദിക്കാതെ പോകാൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒരാൾ കടന്നു പോയാൽ ഇവിടെ കൂടെ അങ്ങനെ ദൈവത്തിന്റെ പേര് പറയുന്ന വിഷയം.
ഇനിയിപ്പോൾ നമ്മൾ കുന്നത്തുനാട് നിയോജക മണ്ഡലം ഇന്ന് സംസാരിക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു, ഇവിടെ ഇപ്പോൾ ഈ ഇടതിനും വലതിനും കൂടി പ്രചരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. 2020 എന്ന പാർട്ടി NDA-യുമായിട്ടുണ്ടാക്കിയ സഖ്യം, ഈ സഖ്യത്തെക്കുറിച്ചാണ് അവരിപ്പോൾ പറയുന്നത്. എന്താണ് ആ സഖ്യം? 2020 എന്ന പാർട്ടിയുടെ വളർച്ച, അതിൻ്റെ ഉത്ഭവം എല്ലാം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. എന്നെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പല യോഗങ്ങളിലും പ്രസംഗിച്ച ഒരു പട്ടികജാതി വനിത, അവർ ഗർഭിണിയാണ്. അവർ താമസിക്കുന്നിടത്ത് ഒരു ടാർപ്പാളിൻ്റെ കീഴിൽ താമസിക്കുമ്പോൾ അവർക്ക് നല്ലൊരു ടോയ്ലറ്റ് ഇല്ല. അവരൊരു ടോയ്ലറ്റിന് വേണ്ടി മാത്രം പഞ്ചായത്ത് ഓഫീസ്, മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്ത് ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ്. പലവട്ടമായിട്ടും അത് നൽകിയില്ല എന്ന് മാത്രമല്ല, അവരെ ഒരു കണ്ണുകൊണ്ട് പോലും പരിഗണിച്ചത് പോലുമില്ല. പ്രിയപ്പെട്ടവരെ, അവർ 2 വർഷം കഴിയുമ്പോൾ ആ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കസേരയിൽ 2020-യുടെ ലെവലിൽ ആ സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നു. ഇന്നലെ കഴിഞ്ഞ ദിവസം ബാബു ദിവാകരന്റെ നോമിനേഷൻ ഇവന്മാർ എന്തെങ്കിലും ചെയ്ത് ഏതെങ്കിലും കാരണവശാൽ റിട്ടേണിംഗ് ഓഫീസർ തള്ളിക്കളഞ്ഞാൽ അതിന്റെ പകരക്കാരിയായി എത്തുന്നത് അതേ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായ അതേ സ്ത്രീ. അവരാണ് ഇന്ന് എന്നെ നിയന്ത്രിക്കാൻ 2020 ഡയറക്ഷൻ കൊടുത്തേക്കുന്നത്. ആ സഹോദരി എന്നോടൊപ്പമുണ്ട്. ഇവിടെ എവിടെയെങ്കിലും കാണും, എനിക്ക് വെള്ളം കുടിക്കാൻ വെള്ളം വേണോ, എനിക്ക് ടിഷ്യൂ പേപ്പർ വേണോ, എനിക്ക് കഴിക്കാൻ വേണോ എന്ന് ചോദിച്ചുകൊണ്ട് അവർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ആ കരുതലുണ്ടല്ലോ, ആ സ്നേഹമുണ്ടല്ലോ. ബാബു ദിവാകരന്റെ കൂടെ വിടാൻ അവർ പോകട്ടെ എന്ന് സാബു എം ജേക്കബ് തീരുമാനിക്കുന്നെടുത്ത ദൈവികതയും ആത്മാർത്ഥതയും ആ വിഭാഗത്തോടുള്ള സ്നേഹവും പരിഗണനയും, അതാണ് ഈ പ്രസ്ഥാനത്തെയും ആ മനുഷ്യനെയും വേറിട്ട് നിർത്തുന്നത്. ഇനി പറഞ്ഞ രാഷ്ട്രീയം, നരേന്ദ്രമോദിയും ലോകത്തിന്റെ നെറുകിലേക്ക് ഈ രാജ്യത്തെ അങ്ങനെ ഉയർത്തി നിർത്തുവാൻ വേണ്ടി 4 മണിക്കൂർ മാത്രം ഉറങ്ങുന്ന ഒരു പ്രധാനമന്ത്രി, മിടുക്കനായ ഒരു പ്രധാനമന്ത്രി. അദ്ദേഹത്തിന് സ്വാർത്ഥ താല്പര്യങ്ങളില്ല. അദ്ദേഹത്തിന് അധികാരത്തിൽ നിന്ന് വാരിയെടുത്ത് കുടുംബക്കാർക്ക് വീതം വെക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ അധികാരം അങ്ങനെ ഉറപ്പിച്ചു നിർത്താൻ പാർട്ടിക്കകത്ത് ഗ്രൂപ്പ് കളിച്ച് ഗ്രൂപ്പ് നേതാക്കന്മാർക്ക് വീതം വെച്ച് കൊടുക്കേണ്ടത് ആവശ്യമില്ല. അദ്ദേഹത്തിന് ഒറ്റ ലക്ഷ്യമുള്ളൂ, ഈ രാജ്യവും ഈ രാജ്യത്തെ ജനങ്ങളും. അപ്പൊ ശ്രീ നരേന്ദ്രമോദി, അങ്ങനെയുള്ള നരേന്ദ്രമോദി 2020-യെ കുറിച്ച് പഠിക്കുകയും അതിനെ നയിക്കുന്ന സാബു എം ജേക്കബിനെ കുറിച്ച് പഠിക്കുകയും അവർ ചേർത്ത് പിടിച്ച കൈകൾ, ആ ചേർത്ത് പിടിക്കലിൽ ശ്രീനിജ, സജീന്ദ്ര, നിങ്ങൾ പറയുന്ന കള്ളത്തരമില്ല, നിങ്ങളുടെ കള്ളത്തരമില്ല. അത് സത്യത്തിന്റെ കൈചേർക്കലാണ്, അത് ധർമ്മത്തിന്റെ കൈചേർക്കലാണ്, അത് നല്ല രാഷ്ട്രീയത്തിന്റെ കൈചേർക്കലാണ്, അത് അത്താഴ പട്ടിണിക്കാരന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനുള്ള ചേർത്ത് പിടിക്കലാണ്. അത് പാവപ്പെട്ടവന്റെ, കൂരയില്ലാത്തവന്റെ, പട്ടികജാതിക്കാരന്റെ, തെരുവിൽ അലയുന്നവന്റെ ജീവിതം നേർവഴിക്ക് നടത്താൻ വേണ്ടിയുള്ള കൈകൊടുക്കലാണ്. ആ കൈകൊടുക്കലിലൂടെ ഇവിടെ വികസനം വരും. അത് അദ്ദേഹം പറയുണ്ടായി, ഉദാഹരണ സഹിതം പറയുണ്ടായി. അപ്പോൾ ഇവരെന്താണ് പ്രചരിപ്പിക്കുന്നത്? ഇവർക്ക് NDA സഖ്യത്തിൽ 2020-യും NDA കൂടെ കൂടിച്ചേർന്നപ്പോൾ അവർ അതിനകത്ത് മതത്തിന്റെ വിഷം കലക്കുകയാണ്. മതത്തിന്റെ വിഷം കലക്കുകയാണ്. ഇങ്ങനെ ഒളിഞ്ഞും തെളിഞ്ഞും ഭിന്നിപ്പിച്ചും ഈ നാടിനെയാകെ ദൂർത്തിന്റെ, അഴിമതിയുടെ, ധാർഷ്ട്യത്തിന്റെ, കൊള്ളയുടെ, കൊലയുടെ ഭരണം നടത്തിയ നീണ്ട പതിറ്റാണ്ടുകൾ ഈ സംസ്ഥാനം എവിടെ ചെന്ന് നിൽക്കുന്നു? കിഴക്കമ്പലത്ത് നിന്ന് തുടങ്ങി ഒരു പ്രവാഹം നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞു. അപ്പൊ അതായിരുന്നു വികസനം, അതായിരുന്നു നമ്മുടെ മാതൃക. ഇനി ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, കുന്നത്തുനാട് മണ്ഡലം സംവരണം ചെയ്യപ്പെട്ടിട്ട് 3 മത്സരങ്ങൾ കഴിയുന്നു. സംവരണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഞാനും അവരും അടങ്ങുന്ന സംവരണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മത്സരിക്കാൻ വേണ്ടി നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു മണ്ഡലം. ഇവരെന്താണ് രണ്ടുപേരും കഴിഞ്ഞ 3 തവണയായി കുന്നത്തുനാട് മണ്ഡലത്തിൽ ഏതാണ്ട് 50-ലധികം കോളനികളിൽ പട്ടികജാതി വിഭാഗങ്ങൾ
കോളനികൾ എന്നുള്ള വാക്ക് ക്ഷമിക്കണം, സങ്കേതങ്ങൾ. ഈ സങ്കേതങ്ങളിൽ ഈ വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്നുണ്ട്. ഇതിവിടെ മാത്രമല്ല ഈ വിഭാഗങ്ങളുടെ പ്രശ്നം. ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇങ്ങനെ ഉണ്ട്. കൊടുക്കുന്നിൽ സുരേഷ്, രമ്യ ഹരിദാസ് പാട്ട് പാടും കേട്ടോ നന്നായിട്ട്. ഇപ്പുറത്ത് കെ രാധാകൃഷ്ണൻ, ബിജു, അങ്ങനെ ഉണ്ട്. ഇവരെല്ലാവരും ഈ വിഭാഗത്തിന്റെ ആനുകൂല്യങ്ങൾ വാങ്ങിച്ച് അവരങ്ങനെ ഉന്നതിയിലേക്ക് പോവുകയാണ്. ഈ പാവങ്ങൾ നരകിക്കുകയാണ്. 3 സെന്റിൽ 400 സ്ക്വയർ ഫീറ്റ് വീട്, കുടിക്കാൻ ശുദ്ധജലമില്ല, നല്ല ഒരു ടോയ്ലറ്റ് ഇല്ല. ഇവർക്ക് വേണ്ടി വെക്കുന്ന കോടികളിൽ കൈയിട്ട് വാരി പാവങ്ങൾക്ക് നക്കാപ്പിച്ച എറിഞ്ഞു കൊടുത്തിട്ട് ഇവരുടെ ആളാണെന്ന് മേരി നടിച്ച് ഇവരങ്ങനെ വിലസുകയാണ്. ഈ വിഭാഗത്തിലെ പാവപ്പെട്ട പെൺകുട്ടികൾ ഒരു തരി പൊന്നിന്റെ ഒരു താലി പണിത് ഒന്ന് കതർ മണ്ഡപത്തിലേക്ക് ഇറങ്ങാൻ കരയുന്ന 100 കണക്കിന് എന്റെ സഹോദരിമാർ നിൽക്കുമ്പോൾ ഇവരുടെ ബാങ്ക് ലോക്കറിൽ കിലോ കണക്കിന് സ്വർണത്തിന്റെ കണക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം പത്രത്തിലൂടെ വായിച്ചു. ഈ 3 സെന്റിൽ ഞെരുങ്ങിയവർ സങ്കേതങ്ങളിൽ ഇങ്ങനെ അമരുമ്പോൾ അവർക്കൊന്ന് ശ്വാസം വിടാൻ പറ്റുന്ന വിധത്തിൽ ഒരു 5 സെന്റ് സ്ഥലം കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു 10 സെന്റ് സ്ഥലം കൊടുക്കണമെന്ന് വാദിക്കേണ്ട ഇവരൊക്കെ ഇവരുടെ ബന്ധുക്കളുടെ, ഇവരുടെ ഭാര്യമാരുടെ, സ്വന്തക്കാരുടെ പേരിൽ ഏക്കർ കണക്കിന് ഭൂമിയുണ്ടെന്നുള്ള സത്യം നമ്മൾ അറിയുന്നു. എനിക്ക് ശ്രീനിജനോടും സജീന്ദ്രനോടും കോൺഗ്രസിലെ അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും ഈ പറഞ്ഞ ഇടതു വലതു മുന്നണി രാഷ്ട്രീയ പാർട്ടിയിലെ ദളിത് നേതാക്കന്മാരോട് ചോദിക്കാനുള്ളത്, സത്യത്തിൽ നിങ്ങൾ ഈ ആനുകൂല്യം പറ്റിയിട്ട് ഒരിക്കലെങ്കിലും ഇവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാൻ, അതിന്റെ നിജസ്ഥിതി കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടി ഒരു വില്ലനക്കാൻ, അതൊന്ന് പഠിക്കാൻ എപ്പോഴെങ്കിലും നിങ്ങൾ ഇവരാരെങ്കിലും മുതിർന്നിട്ടായി ഞാൻ കേട്ടിട്ടില്ല, നിങ്ങളും കേട്ടിട്ടുണ്ടാവില്ല. ഇവരുടെ അടുക്കളയിൽ പിച്ചച്ചട്ടിയിൽ അല്ലെ മൺകലത്തിൽ വേവുന്ന കഞ്ഞി, ആ കഞ്ഞിയുടെ ഉപ്പ് ഈ നേതാക്കന്മാരാരും രുചിച്ചിട്ടുണ്ടാവില്ല. അത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഉപ്പല്ല അവരുടെ കഞ്ഞിയിൽ വീഴുന്നത്, അവരുടെ കണ്ണുനീരിന്റെ ഉപ്പാണ്. ആ കഞ്ഞി ഒന്ന് രുചിക്കാൻ, അവരുടെ ജീവിതത്തിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാൻ, ആ വിഭാഗത്തിലെ പുതിയ തലമുറയെ ഒന്ന് കൈപിടിച്ച് നടത്താൻ, 10ാം ക്ലാസ് ഒരു പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് എങ്ങോട്ടൊന്ന് തിരിഞ്ഞു പോകും, ആരുടെ കണ്ണിലേക്ക് നോക്കും എന്ന് സ്തബ്ധിച്ചു നിൽക്കുന്ന ആ തലമുറയെ ഒന്ന് കൈപിടിച്ചു വിടാൻ ഇവരാരെങ്കിലും എന്തെങ്കിലും പദ്ധതികൾ കൊണ്ടുവന്നതായി നമ്മളാരും കേട്ടിട്ടില്ല. ഞാൻ സാബു ജേക്കബ് സാറിനോട് ഒരു കാര്യം ചോദിക്കാനിരിക്കുകയാണ്. എനിക്ക് ഈ വിഭാഗത്തിന്റെ, എന്റെ സഹോദരങ്ങളുടെ ഈ ദുരിത ജീവിതം ഏറ്റെടുത്തൊരു യാത്ര കുന്നത്ത് നാട്ടിൽ നിന്ന് തുടങ്ങണമെന്നുണ്ട്. 2020 കൈയും പിടിച്ച് അതിന് അദ്ദേഹം എന്നെ അനുവദിക്കുമെന്ന് ഞാൻ നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാൻ അനുവാദം ചോദിക്കുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഇവർ വരട്ടെ എനിക്കെതിരെ, ഞാൻ ഈ കുന്നത്ത് നാട്ടിൽ മരിച്ചു വീഴാം, എന്നാൽ എനിക്ക് അന്തസ്സുണ്ട്, എനിക്ക് അഭിമാനത്തോടെ മരിക്കാം. ഞാൻ എൻ്റെ വിഭാഗത്തിനു വേണ്ടി, എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി എടുത്ത നിലപാടിന്റെ പേരിലാണ്. ഇപ്പോൾ അവർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ബാബു ദിവാകരനെ കുറിച്ച്. ഇതാണ് അവരുടെ രാഷ്ട്രീയം. കള്ളവും ചതിയും വഞ്ചനയും, കാഴ്ചപ്പാടുകളില്ല, നിലപാടുകളില്ല. നിയമസഭ സാമാജികരായി തിരഞ്ഞെടുക്കുന്നത് നിയമസഭയിൽ നിയമം എഴുതി ഉണ്ടാക്കാനാണ്. അതാണ് അവരുടെ ജോലി. പുതിയ നിയമങ്ങൾ സൃഷ്ടിക്കപ്പെടണം. കാലഹരണപ്പെട്ട നിയമങ്ങൾക്ക് പുതിയ നിയമങ്ങൾ കൊണ്ടുവരണം. ഇവരാരെങ്കിലും, ഈ ഇടതു വലതിൻ്റെ MLA-മാർ ആരെങ്കിലും പുതിയ നിയമങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്, കാലഹരണപ്പെട്ട നിയമത്തിനെതിരെ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇവരുടെ പദ്ധതികൾ ആരറിയുന്നു? 2020 പദ്ധതികൾ ജനകീയ കൂട്ടായ്മയിൽ ഉണ്ടായതാണ്. അത് സുതാര്യമായിരുന്നു, അതിൽ അഴിമതിയില്ലായിരുന്നു, മിച്ചം വന്നു. ഇവരുടെ പദ്ധതികൾ, MLA-യുടെയും MP-മാരുടെയും പദ്ധതികൾ ആരറിയുന്നു? ആരാസൂത്രണം ചെയ്യുന്നു? ആര് നടപ്പിൽ വരുത്തുന്നു? അതിലെത്ര മിച്ചമുണ്ട്? നമ്മൾ അറിയുന്നില്ല. നമ്മൾ പിന്നെയും 5 കൊല്ലം കൂടിയിരിക്കുമ്പോൾ ഇവർ കോടികളുടെ കണക്ക് പറഞ്ഞു വരുന്നു, നമ്മളെ വീണ്ടും പറ്റിക്കുന്നു. നമ്മൾ
നിന്നു കൊടുക്കുന്നു. ഇത്തവണ നമുക്കത് പറ്റില്ല. ഞാൻ ചുരുക്കുകയാണ്. കുന്നത്ത് നാടിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് നമുക്ക് ഓരോരുത്തർക്കും നിർണായകമാണ്. കഴിഞ്ഞൊരു ദിവസം നമ്മുടെ പ്രസിഡന്റ് ഓഫീസിൽ കൂടിയ ഒരു അവലോകന യോഗത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, ഈ തെരഞ്ഞെടുപ്പ് എനിക്കോ സാബു എം ജേക്കബിനോ ബാബു ദിവാകരനോ വേണ്ടിയുള്ളതല്ല. ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കും വേണ്ടിയുള്ളതല്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരേണ്ടത്, നമുക്ക് അനുകൂലമായി വരേണ്ടത് നമ്മളുടെ കുഞ്ഞുങ്ങൾക്കും വരും തലമുറയ്ക്കും വേണ്ടിയാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് അത്രയേറെ പ്രാധാന്യമുള്ളതാണെന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ബാബു ദിവാകരനല്ല സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ ബാബു ദിവാകരൻ ഒരു പ്രതിനിധി മാത്രമാണ്. നമ്മൾ ഓരോരുത്തരും സ്ഥാനാർത്ഥിയാവുന്നിടത്ത്, നമ്മുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവുന്നിടത്ത്, നമ്മുടെ പ്രസിഡന്റിനെ നമുക്ക് അന്തസ്സായി നമ്മളുടെ പ്രധാനമന്ത്രിയോട് നമുക്ക് വേണ്ടുന്ന അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിക്കാൻ തക്ക വിധത്തിൽ നെഞ്ചും വിരിച്ചങ്ങനെ നിൽക്കാൻ നമുക്കൊരു ധൈര്യം നമുക്കെല്ലാവർക്കും ചേർന്ന് കുന്നത്ത് നാട്ടിൽ നിന്നും തുടങ്ങിക്കൊടുക്കണം. അതിന് നിങ്ങളെല്ലാവരും വളരെ ആത്മാർത്ഥത്തോടെ പരിശ്രമിക്കണം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും, ഇനി ഞാൻ എൻ്റെ സ്വന്തം ഒരുവരോട് പറഞ്ഞ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഞാൻ ഈ കുന്നത്ത് നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന വല്ലാത്ത ഒരനുഭൂതിയുണ്ട്, ഒരനുഭവമുണ്ട്. ഞാൻ അനുഭവിക്കുന്ന സ്നേഹം, ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്, സമ്പന്നനാണെന്ന് തോന്നിക്കുന്ന ദിവസങ്ങളാണ് കടന്നുപോയത്. അതിന് എന്നെ പ്രാപ്തനാക്കിയത്, അതിന് വഴിയൊരുക്കിയത് സാബു എം ജേക്കബ് എന്ന് പറയുന്ന നമ്മുടെ പ്രസിഡന്റാണ്. ഞാൻ അദ്ദേഹത്തോട് എനിക്ക് അങ്ങനെ പറയേണ്ടതല്ലല്ലോ, ഒരു നന്ദി വാക്കിൽ പറയേണ്ടതല്ല. എന്നാലും ഞാനും എൻ്റെ കുടുംബവും അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും ബോയ് സാർ അടക്കമുള്ളവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും നന്മകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മൾ ജയിക്കും, നമ്മളെ ജയിക്കും. നമ്മുടെ സ്ഥാനാർത്ഥി ഒരു പാട്ടുകാരനാണ്. അദ്ദേഹം 2 വരി നിങ്ങൾക്ക് വേണ്ടി മൂളും. നിങ്ങൾ കൂടെ പാടണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ബോയ് സാർ ഇങ്ങനെ എല്ലാ യോഗങ്ങളിലും വന്ന് എന്നെ ഇങ്ങനെ ഗായകനാക്കി, നീ എന്നെ ഗായകനാക്കി എന്ന് പറയുന്ന പാട്ടാണ് ഓർമ്മ വരുന്നത്. ഇന്ന് മൊത്തത്തിൽ പാട്ടായിരുന്നു കേട്ടോ. ഓശാന പെരുന്നാളൊക്കെ ആയിരുന്നു, തൊണ്ട പ്രശ്നമുണ്ട്. ഓമനക്കൈയിൽ ഒലിവിളക്കൊമ്പുമായി ഓശാന പെരുന്നാള് വന്നു, ഓശാന പെരുന്നാള് വന്നു. ഓമനക്കൈയിൽ ഒലിവിളക്കൊമ്പു ഓശാന പെരുന്നാള് വന്നു, ഓശാന പെരുന്നാള് വന്നു. ഞാനിത് കിഴക്കമ്പലത്ത് പാടിയപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് ഏറ്റുപാടിയായിരുന്നു. പ്രസിഡന്റ് ഉണ്ടെങ്കിൽ വന്ന് പാടാം. ഉണ്ടോ പ്രസിഡന്റ്? ഉണ്ടോ ഇവിടെ? ഇല്ലെന്തോ. ശരി, പോരെ. വളരെ ശക്തമായി കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിത്വത്തിനോട് ഉടമയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹം. ശ്രീ ബാബു ദിവാകരൻ സർ, തീർച്ചയായിട്ടും നമ്മൾ ജയിക്കും, നമ്മളെ ജയിക്കൂ. താങ്ക് യു സോ മച്ച് ബാബു ദിവാകരൻ സർ. അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി ശ്രീ PP സജീവ്, BJP എറണാകുളം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ്, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് വളരെ ആദരവപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ള അധ്യക്ഷൻ, പ്രിയമുള്ള ഉദ്ഘാടകൻ, നമുക്ക് ഏറെ പ്രിയങ്കരനായ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ ബാബു ദിവാകരൻ, മറ്റു പ്രിയമുള്ള NDA നേതാക്കന്മാരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മെ സംബന്ധിച്ച് ഇന്ന് പ്രധാനമന്ത്രി പാലക്കാടാണ് എത്തിയതെങ്കിലും ആ പാലക്കാടിൻ്റെ കാറ്റ്
പ്രധാനമന്ത്രി അവിടെ വന്നതിൻ്റെ കാറ്റ് ഇന്നിതാ ഈ കുന്നത്തുനാടും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പാലക്കാടൻ കാറ്റിനെ കുറിച്ച് പറയുന്നത് പോലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നരേന്ദ്രമോദി ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പദ്ധതികൾ ഏതർത്ഥത്തിൽ ഏത് തലത്തിൽ എവിടം വരെ എത്തിക്കുവാൻ കഴിയുമെന്ന് തെളിയിക്കപ്പെടുന്ന ഒരു നിയമസഭാ മണ്ഡലമായിരിക്കും കുന്നത്തുനാട് മണ്ഡലം എന്ന് പറയുന്നതിൽ യാതൊരു തർക്കമുണ്ടാവില്ല. ഇവിടെ വിജയിക്കാൻ പോകുന്നത് ഒരേ ഒരു സ്ഥാനാർത്ഥി, അത് ബാബു ദിവാകരനായിരിക്കും എന്നുള്ള യാതൊരു തർക്കവുമില്ല. കാരണം മറ്റൊന്നുമല്ല, നമ്മെ അറിയുന്ന, ഈ നാടിനെ അറിയുന്ന, ഇവിടുത്തെ ജനതയുടെ വിഷമങ്ങൾ അറിയുന്ന, ഈ നാടിൻ്റെ സ്വപ്നങ്ങൾ അറിയുന്ന, ആ സ്വപ്നങ്ങൾക്ക് ചിറകിലേകുവാൻ കഴിയുന്ന ആ 2020യും അതിനുമപ്പുറമായിട്ട് നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്ന വികസന കാഴ്ചപ്പാടും നമ്മുടെ മണ്ഡലത്തിൽ ഉണ്ടാകും. ആ വളർച്ചയ്ക്ക് വേണ്ടി, ആ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി നമുക്ക് കുതിക്കുവാൻ കഴിയുന്ന, ഇവിടെ പറഞ്ഞതുപോലെയുള്ള 8 വരി പാത മാത്രമല്ല, മറിച്ച് നമ്മോട് തൊട്ടു ചേർന്ന് കിടക്കുന്ന മെട്രോ റെയിൽ നമ്മുടെ സ്വപ്നമായി വരുന്നു. വികസനങ്ങൾ ഒന്നൊന്നായി നമ്മുടെ മണ്ണിലേക്ക്, നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ വരണമെങ്കിൽ നമുക്കൊന്നേയുള്ളൂ, ഈ മണ്ഡലത്തിലെ ഓരോ പ്രവർത്തകരും, ഇവിടെ ഉദ്ഘാടനം സൂചിപ്പിച്ചു, നാം ആലസ്യത്തിൽ നിൽക്കേണ്ടവരല്ല, മറിച്ച് ഈ മണ്ണിൽ നമുക്ക് വിജയിച്ചേ മതിയാകൂ. ഈ മണ്ണിലെ വിജയം എന്ന് പറയുന്നത്, ഈ മണ്ണിൽ 51% വോട്ടും നമുക്ക് ചക്കയടയാളത്തിൽ നേടുവാൻ, ബാബു ദിവാകർ നേടുവാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾക്ക് നാമാണ് നേതൃത്വം കൊടുക്കുന്നത്. നാമാണ് മുന്നണി പോരാളികളായിട്ട് ഈ നാടിനെ നാം ഒരു കൊടക്കീഴിൽ നിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അത്തരത്തിലുള്ള വികസനങ്ങൾ ഇവിടെ നടത്തുവാൻ കഴിയും. ആ രീതിയിൽ മുന്നോട്ട് പോകുവാൻ കഴിയുന്ന വലിയ സ്വപ്നത്തിലാണ് നാം പലപ്പോഴും എറണാകുളത്ത് വച്ചും 2020യുടെ നേതാവുമായിട്ട് സാബു ജേക്കുമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി സംസാരിക്കുന്നു, ഡൽഹിയിൽ സംസാരിക്കുന്നു, ഇന്നിതാ പാലക്കാട് സംസാരിക്കുന്നു, നമ്മുടെ ധനമന്ത്രിയുമായിട്ട് നിർമ്മല സീതാരാമനുമായിട്ട് നാളെ നമ്മുടെ 2020യുടെ നേതാവ് സംസാരിക്കുക. എന്തായിരിക്കും ആ സംസാരങ്ങൾ? ഈ മണ്ണിനാവശ്യമുള്ള, ഈ നാടിനാവശ്യമുള്ള, കുന്നത്ത് നാടിനാവശ്യമായിട്ടുള്ള എന്ത് വിഭവമാണ് വേണ്ടത്, എന്ത് വികസനമാണ് വേണ്ടത്, അത് പറയുവാൻ, അത് കേൾക്കുവാൻ, അത് ചെവി കൊടുക്കുവാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രിയും ഒരു ധനമന്ത്രിയും ഈ പാർട്ടിയും മുന്നണിയുമുള്ളപ്പോൾ നമുക്ക് അഭിമാനത്തോടെ പറയുവാൻ കഴിയും, നാം വിജയിക്കും, നാമേ വിജയിക്കൂ, ബാബു ദിവാകരനെ വിജയിക്കൂ. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ ചിഹ്നം ചക്ക, നമ്മുടെ ചിഹ്നം ചക്കയടയാളത്തിൽ ബാബു ദിവാകരന് വോട്ട് നൽകി വിജയിപ്പിക്കേണ്ടത് നമ്മുടെ മാത്രം കടമയല്ല, ഈ നാടിൻ്റെയും കേരളത്തിൻ്റെയും, കേരളത്തിലെ ഒരു പ്രത്യേക നമുക്ക് പറയുന്നു, ഇവിടെ പറയുന്നു, പട്ടിണിപ്പാവങ്ങൾക്ക്, ഇവിടെ പറഞ്ഞതുപോലെ പട്ടിണിപ്പാവങ്ങൾക്ക് മാതൃകയാകുവാൻ കഴിയുന്ന ഒരു വിജയമായി ഇത് മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബാബു ദിവാകരന് എല്ലാവിധ വിജയാശംസകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്. വളരെ നന്ദി ശ്രീ PP സജീവ് സർ. അടുത്തതായി ആശംസ അറിയിക്കുന്നതിനായിട്ട് ശ്രീ സുധി കൃഷ്ണ, BDJS മണ്ഡലം പ്രസിഡന്റ്. നമ്മൾ ഈ കുന്നത്തുനാട് നമ്മളിങ്ങ് എടുക്കുമല്ലേ? ഒന്ന് കരമുയർത്തി പറയൂ, നമ്മൾ ഈ കുന്നത്തുനാട് ഇങ്ങ് എടുക്കുകയാണ് അല്ലേ? ഓക്കെ. വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ ഇന്ത്യയുടെ കൺവീനറുമായ ശ്രീ വിജയൻ അവർ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ 2020യുടെ പ്രസിഡന്റ് എന്ന് പറയാൻ, അതല്ല അദ്ദേഹത്തെ വിശേഷിപ്പിക്കേണ്ടത്,
സർവ്വസൈന്യാധിപനായ സാബു എം ജേക്കബ്, BJPയുടെ മുതിർന്ന നേതാക്കളെ, നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ബാബു ദിവാകരൻ, 2020യുടെ മുതിർന്ന വേദിയിലിരിക്കുന്ന നേതാക്കളെ, ഘടകകക്ഷികളുടെ നേതാക്കന്മാരെ, 2020 NDAയിലേക്ക് ചേർന്നു എന്ന വാർത്ത വന്നപ്പോൾ പെട്ടെന്നുണ്ടായ പല ആളുകളുടെയും മനസ്സിലുണ്ടായത് ഇതോടെ തീർന്നു, 2020 തീർന്നു. പക്ഷേ 2020 തീരുകയല്ല ചെയ്തത്, 2020 ഉയരുകയാണ് ചെയ്തത്, വലിയ ഉയരങ്ങളിലേക്ക് എത്തുകയാണ് ചെയ്തത്. ഈ രാജ്യത്തെ ഏറ്റവും നല്ല പ്രധാനമന്ത്രി എന്ന പേരെടുത്ത പ്രസ്ഥാനത്തിൻ്റെ കുടക്കീഴിൽ 2020 എന്ന പ്രസ്ഥാനം കൂടി ചേർന്നപ്പോൾ വലിയൊരു പ്രസ്ഥാനമായി മാറുകയാണ് ചെയ്തത്. അവർ വിചാരിച്ചത് ഇതോടെ തീർന്ന് ഇദ്ദേഹത്തിൻ്റെ ചോര കുടിച്ച്, ഇപ്പോൾ സാബുജി തന്നെ പറഞ്ഞ പോലെ ചെന്നായേക്കൾ ഇങ്ങനെ വട്ടം കൂടി നിൽക്കുകയായിരുന്നു. പക്ഷേ അവർക്ക് തെറ്റിപ്പോയി. ഈ പ്രസ്ഥാനത്തിന് ഇടിക്കാൻ പോയ മുട്ടനാടുകൾ ബുദ്ധിയുള്ളവരായിരുന്നു. അതിലൊരു മറ്റു കഥയുണ്ട്. അന്നത്തെ ചെന്നായിക്ക് വേറൊരു കഥയും കൂടി ഉണ്ടായിരുന്നു. ചോര കുടിക്കാൻ വേണ്ടി ഇങ്ങനെ മുഖമുയർത്തി നിന്ന ചെന്നായിയുടെ അടുത്തേക്ക് പാഞ്ഞെടുത്ത മുട്ടനാടുകൾ അല്പം ബുദ്ധി പ്രയോഗിച്ചു, അല്പം താഴ്ന്നിടിച്ചു കൊടുത്തു. അപ്പോൾ എന്താ ഉണ്ടായേ? ചെന്നായിയുടെ തല ബ്ലിങ്ക്. അതോടെ ചെന്നായിയുടെ ജീവനും പോയി. അതുകൊണ്ട് എൻ്റെ പ്രിയ ചെന്നായിക്കൂട്ടങ്ങളെ, ഈ പ്രസ്ഥാനത്തിൻ്റെ ചോര കുടിക്കാൻ വേണ്ടി കാത്തിരുന്ന ആ ചെന്നായിക്കൂട്ടങ്ങളോട് ഞങ്ങൾ ഈ വേദിയിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഇത് വേറെ പ്രസ്ഥാനമായി, ഇതിൻ്റെ ലെവല് വേറെയാണ്. ഈ പ്രസ്ഥാനം ഈ ഇന്ത്യ മുഴുവൻ വലിയ വാർത്ത സൃഷ്ടിക്കുകയാണ്. ഈ കേരളം മുഴുവൻ ഇത് വളർന്ന് പന്തലിക്കും. നമ്മളങ്ങ് തലസ്ഥാനത്തേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സെക്രട്ടേറിയറ്റിൻ്റെ ശ്രീകോവിലേക്ക് നമ്മളുടെ പ്രതിനിധിയും എത്താൻ പോവുകയാണ്. ഈ വരുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണൽ നടക്കുന്ന ദിവസം നമ്മൾ ആ പടിവാതിക്കലേക്ക് എത്തുകയാണ്. ആ പടിവാതിലിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ നമ്മളിപ്പോൾ ഉണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് ഇപ്പോൾ NDA ആണ്. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് വെളിപ്പാടകലെ തന്നെ നമ്മളുണ്ട്. ഇനി ഇതാ ഒരു മാസത്തെ കാത്തിരിപ്പിന് ശേഷം ആ ശ്രീകോവിലേക്ക് നമ്മളും കടന്നു കയറും. നമ്മൾക്കത് ശ്രീകോവിലാണ്. പക്ഷേ അവർക്ക് അവിടെ മുണ്ട് മടക്കി കുത്തി തോന്നിവാസങ്ങൾ കാണിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് അവർ കണ്ടത്. പക്ഷെ നമ്മളങ്ങനെയല്ല. നമ്മളതിനെ ഈ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായി കാണുന്നു. ജനാധിപത്യത്തിൽ ഈ ഇരിക്കുന്ന എല്ലാ മഹത് വ്യക്തിത്വങ്ങളുമാണ് രാജാക്കന്മാരെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അത് അല്ലാതെ വേദിയിൽ നിന്നുകൊണ്ടൊരു ചോദ്യം ചോദിക്കുമ്പോൾ നിന്റെ വീട്ടിൽ പോയി ചോദിക്കാൻ പറയുന്നതല്ല ജനാധിപത്യം. ജനാധിപത്യത്തിൽ ഈ ഇരിക്കുന്ന വേദിയിലിരിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളുമാണ് ജനാധിപത്യത്തിലെ രാജാക്കന്മാർ. അവരാണ് ഈ രാജ്യത്ത് എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്ന ഈ സുദിനത്തിലേക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് ആ രാജാവാകാനുള്ള അവസരം കടന്നു വരുമ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ എളിയ സഹോദരനെ, അദ്ദേഹത്തെ ഞാൻ വിശേഷിപ്പിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ പ്രതിനിധിയായി ഒന്നുമില്ലാത്ത ഒരാളായി ഈ നാട്ടിലേക്ക് വന്ന് ഈ നാടിൻ്റെ രാജകുമാരനാക്കി നിങ്ങളുടെ എളിയ സമ്മതിദാനാവകാശം ചക്കയടയാളത്തിൽ രേഖപ്പെടുത്തണം. ഈ ചക്കയ്ക്കും ഒരു പ്രാധാന്യമുണ്ട്. പണ്ട് ശിവഗിരിയിൽ മഹാനായ ശ്രീനാരായണ ഗുരുദേവൻ ഒരു പ്ലാവ് നട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾ ചോദിച്ചു, ഒരു പ്രയോജനമില്ലാത്തൊരു വൃക്ഷം എന്തിനാണ് ഗുരുദേവ ഇവിടെ വയ്ക്കുന്നതെന്ന്. അദ്ദേഹം അന്ന് ആ സന്യാസിമാരോട് പറഞ്ഞു, ഒരു 100 കൊല്ലം കഴിയുമ്പോൾ ഈ പ്ലാവിനെയും ഇതിൻ്റെ ഫലത്തെയും ഈ നാട് അംഗീകരിക്കും. ആ ഒരു സുദിനം വരും. ഇപ്പോൾ വന്നിരിക്കുന്നത് ആ ഒരു സുദിനമാണ്. ഇന്ന് ലോകാരോഗ്യ സംഘടന വരെ ഈ ഫലത്തെ അംഗീകരിച്ചിട്ടുണ്ട്. മെഡിസിൻ വരെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു ഫലമായി ഇത് മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ മാഞ്ഞു പോകാതെ ഈ 9-ാം തീയതി നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ പ്രിയ സഹോദരന് വേണ്ടി ഒരോട്ട് നിങ്ങളും ഈ കൂടിയിരിക്കുന്ന ജനങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ കുടുംബങ്ങളും ചേർന്ന് നൽകിയാൽ തീർച്ചയായിട്ടും നമ്മളായിരിക്കും കുന്നത്തുനാടിൻ്റെ പ്രതിനിധി. അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. നന്ദി ശ്രീ സുധീകൃഷ്ണ.
അടുത്തതായി ആശംസ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് സിനി ആർട്ടിസ്റ്റ് 2020 പ്രതിനിധി ശ്രീമതി ലക്ഷ്മി പ്രിയയെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. എനിക്കറിയാം നിങ്ങളെല്ലാവരും 2020 മനസ്സിൽ നിന്നും ജനിച്ച മാനസ പുത്രന്മാരും പുത്രിമാരുമാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു അലകടൽ ഇളകി വന്നതുപോലെ നീല കൊടി പിടിച്ച് സമുദ്രം ഇളകി വരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചെന്താമര വിടർന്നു നിൽക്കുന്ന കുങ്കുമവർണ്ണം നിറഞ്ഞ കൊടികളും അത് കണ്ടപ്പോൾ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞാൻ അവിടെ നിന്ന് പാടിപ്പോയി. കലാകാരന്മാരെന്ന് പറയുമ്പോൾ എപ്പോഴും വളരെ ഇമോഷണലായിട്ട് വൈകാരികമായിട്ട് എല്ലാ കാര്യങ്ങളെയും എടുക്കുന്നവരാണ്. അത് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഒരു സാധാരണ മനുഷ്യന് ഡൈജസ്റ്റ് ആവുന്നതിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് ഞങ്ങൾ ഇമോഷണൽ ആവും. അതുകൊണ്ടാണ് ഞങ്ങളെയൊക്കെ വികാര ജീവികളെന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ആ വികാര ജീവിയുടെ ഉള്ളിൽ നിന്നും അപ്പം തന്നെ ഞാൻ സാബു സാറിൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു മൈക്കും കൂടെ നമുക്ക് വേണമായിരുന്നു, എന്നാൽ ഞാൻ ഇപ്പം തന്നെ പാടിയേനെന്ന്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു വരവ്, ഇളകി വരവ് ശരിക്കും എൻ്റെ ഹൃദയത്തിലേക്കാണ് അലയടിച്ചു വന്നത്. അപ്പോൾ എനിക്ക് പാടാൻ തോന്നി. കാരണം ഇവിടെ മാറി മാറി വന്ന സർക്കാരുകൾ ഇടതനും വലതനും ചേർത്ത് വെച്ച് നമുക്ക് സമ്മാനിച്ച വേറൊരു കാര്യം കൂടിയുണ്ട്. കാരണം പല കാര്യങ്ങളും നമുക്ക് പാരമ്പര്യമായി കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് മിക്കപ്പോഴും രാഷ്ട്രീയവും. അച്ഛനപ്പൂപ്പന്മാർ LDF ആയിരുന്നുവെങ്കിൽ നമ്മളും LDF, അച്ഛനപ്പൂപ്പന്മാർ UDF ആയിരുന്നെങ്കിൽ നമ്മളും UDF എന്ന് പറഞ്ഞ് ശീലിച്ചെടുത്ത് നിന്ന് നമ്മളെപ്പോലുള്ളവരെല്ലാം മാറ്റം കൊണ്ടുവരുന്നു. ആ മാറ്റം കാണുമ്പോൾ എനിക്ക് പാടാതിരിക്കാൻ കഴിയുന്നില്ല. പാടിക്കോട്ടെ. കുറച്ച് പാടാനല്ല, എനിക്ക് അതിലേറെ കൂടുതൽ നിങ്ങളോട് പറയാനാണുള്ളത്. പക്ഷേ ഈ വൈകിയ വേളയിൽ അധിക പ്രസംഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്നാലും കുറച്ച് പറയാം. ഓക്കെ, ആദ്യമായിട്ടാണ് ഈ പാട്ട് പാടുന്നത്. എന്നെ കോരിത്തരിപ്പിച്ച, നിങ്ങളെ ഓരോരുത്തരെയും കോരിത്തരിപ്പിച്ചൊരു പാട്ടാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇത് പാടുന്നത്. ഓക്കെ. പരമപവിത്രമതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ, പൂങ്കാവനങ്ങളുണ്ടിവിടെ. പരമപവിത്രമതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ, പൂങ്കാവനങ്ങളുണ്ടിവിടെ. ഇലയും ഇതളും പൂവും മൊട്ടും ഇരുത്തെടുത്തർപ്പിച്ചിടാൻ തലകുമ്പിട്ടു തരും പൂങ്കൊമ്പുകൾ തഴച്ചു വളരുന്നുണ്ടിവിടെ, തഴച്ചു വളരുന്നുണ്ടിവിടെ. അടിമുടി സേവന വാസന വിതറി അമ്മയ്ക്കർപ്പിച്ചിടാനായി പല നിറമെങ്കിലും ഒരൊറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ, വിടർന്നിടുന്നു മുകുളങ്ങൾ. ഭഗത് സിംഹനും ജാൻസിനിയും ഇവിടെ പ്രഭാത ഭേരി മുഴക്കുന്നു. ശ്രീനാരായണൻ അരവിന്ദന്മാർ ഇവിടെ കോവിൽ തുറക്കുന്നു, ഇവിടെ കോവിൽ തുറക്കുന്നു. രാമകൃഷ്ണനും രാമദാസനും ഇവിടെ നിവേദിച്ചിടുന്നു. ഇവിടെ വിവേകാനന്ദ സ്വാമികൾ ബലിഹവ്യം തൂവിടുന്നു, ബലിഹവ്യം തൂവിടുന്നു. കൈയടിച്ചേ. പരമപവിത്രമതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ, പൂങ്കാവനങ്ങളുണ്ടിവിടെ. അവരുടെ ശ്രീപീഠത്തിൽ നിത്യം നിർമാല്യം തൊഴുതുണരാനായി ഇവിടെ തളിരിടും മുട്ടും വാടിക്കൊഴിഞ്ഞു വീഴില്ല, വാടിക്കൊഴിഞ്ഞു വീഴില്ല. അവരുടെ ധന്യാത്മവിരാമം തഴുകിയിടുന്നീയാരാമം. ഇവിടെ വരൂ, ഈ കാറ്റും നിൽക്കൂ, ഇവിടെ ഭാരതമുണരുന്നു, ഇവിടെ ഭാരത
ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ, പൂങ്കാവനങ്ങളുണ്ടിവിടെ. ഇന്ന് നമ്മളെല്ലാവരും കുരുക്ഷേത്ര യുദ്ധത്തിന് സമാനമായിട്ടുള്ള ഒരു യുദ്ധത്തിൻ്റെ മുന്നണി മുഖത്താണ് നമ്മളെല്ലാവരും അണിനിര നിൽക്കുന്നത്. നമുക്കറിയാം ഇവിടെ കുരുക്ഷേത്ര യുദ്ധം ഉണ്ടാവാനായിട്ടുള്ള കാരണം പാഞ്ചാലിയുടെ കണ്ണുനീരിൽ നിന്നും ശപഥത്തിൽ നിന്നുമാണ് ഈ മണ്ണിൽ കുരുക്ഷേത്ര യുദ്ധം ഉണ്ടാവുന്നത്. എന്നാൽ ഇന്ന് വികസന പ്രവർത്തനങ്ങൾക്ക് തടയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് മേലെയുള്ള ഇന്നത്തെ പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള അമ്മമാരുടെ കണ്ണുനീരിൽ നിന്നാണ് ഇന്ന് 2020 എന്ന പ്രസ്ഥാനം ഉദയം കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എനിക്കറിയാം ഞങ്ങളെ ആരെയും കാണാനോ കേൾക്കാനോ വേണ്ടിയിട്ടല്ല നിങ്ങളെല്ലാവരും ഇന്നിവിടെ ഈ വൈകിയ വേളയിലും ഇവിടെ വന്നിരിക്കുന്നത്. നല്ലൊരു ഞായറാഴ്ചയാണ്, പ്രത്യേകിച്ച് ഓശാന ഞായറാണ്. അപ്പോൾ ആ ഒരു ഞായറാഴ്ച നിങ്ങൾ കുടുംബത്തോടൊപ്പം ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്നത് നിങ്ങളുടെ ഈശ്വരനെ കാണാനാണ് എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. നാം ചെറുപ്പം മുതൽ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു വിഗ്രഹമാണ്. നമ്മൾ ചെയ്യുന്ന തെറ്റും ശരിയും എല്ലാം ഈശ്വരൻ കാണുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന തെറ്റുശരികളെല്ലാം ഈശ്വരൻ്റെ ലിസ്റ്റിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് നന്മ മാത്രം ചെയ്യണം, അതാണ് ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇഷ്ടംപോലെ നമുക്കറിയാത്ത മന്ത്രോച്ചാരണങ്ങളെല്ലാം നടത്തി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ മുതിർന്നു കഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ മുന്നിൽ അന്നവും വെളിച്ചവുമായിട്ട് മരുന്നും വസ്ത്രവുമായിട്ട് വരുന്നവൻ ആരാണോ അവനാണ് ദൈവം എന്ന് നമുക്കറിയാം. ആ ദൈവത്തിന് ഒരു പേരുണ്ട്. നമ്മൾ ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ മാറി മാറി ആരൊക്കെയാണോ ഇവിടെ ആശംസാ പ്രാസംഗികരായിട്ട് വന്നിട്ടുള്ളത്, അതുകൂടാതെ നമ്മുടെ സ്ഥാനാർത്ഥിയും എടുത്തു പറയുന്നത് ഈശ്വരീയതയെക്കുറിച്ചാണ്, ഈശ്വരനെ കുറിച്ചാണ് പറയുന്നത്, ഈശ്വരൻ്റെ കയ്യൊപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സാബു എം ജേക്കബ് എന്ന് പറയുന്ന വ്യക്തിത്വം, അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ ഈശ്വരനായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. 70 വർഷം മാറി മാറി വന്ന സർക്കാരുകൾ ഭരിച്ച് ഇടതനും വലുതനും ഭരിച്ച് അവരുടെ കീശ വീർപ്പിച്ചു എന്നല്ലാണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരന് വേണ്ടിയിട്ട് ഒന്നും തന്നെ ചെയ്തു തന്നിട്ടില്ല. നമ്മൾ എപ്പോഴും ഈ പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ എന്താ പറയുക, ഈ പരമ്പരാഗതമായിട്ട് നമ്മൾ അവർക്ക് വോട്ട് ചെയ്തു, എന്നാൽ പിന്നെ ഈ പ്രാവശ്യം ഇവർക്ക് വോട്ട് ചെയ്യാം എന്നതിനേക്കാൾ കവിഞ്ഞ് വികസന പ്രവർത്തനങ്ങൾക്കൊരു മാതൃകയായിട്ട് വികസനം ഉണ്ടാക്കി തരുന്നതിന് വേണം വോട്ട് കൊടുക്കാൻ എന്ന് ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിച്ച വ്യക്തിത്വമാണ് ശ്രീ സാബു എം ജേക്കബ്. 2020 ഉദയത്തെക്കുറിച്ച് ഞാൻ വളരെ കുറച്ച് നാളുകളായിട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ 2020 എന്ന് പറയുന്ന പ്രസ്ഥാനം ഒന്ന് വളർന്ന് പന്തലിച്ചതിന് ശേഷം 2020 ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെല്ലാം അടുത്ത് നിന്ന് എന്ന പോലെ, തൊട്ടടുത്ത് നിന്നെന്ന പോലെ ഈ തൃക്കാക്കരയിൽ ഇരുന്നിട്ട് കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോഴും 2020 ഇങ്ങനെ ഉണ്ടാവാനുള്ള, ഈ പിറവി കൊള്ളുവാനുള്ള കാരണം എന്താണ് എന്ന് എനിക്ക് ഒട്ടുമേ അറിയുന്നുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം സാബുവേട്ടൻ്റെ കൂടെ പെരുമ്പാവൂർ ഒരു വേദി പങ്കിടുന്ന സമയത്താണ് എനിക്ക് മനസ്സിലാവുന്നത് 2011 മാത്രം അദ്ദേഹത്തിൻ്റെ പിതാവ് മരിക്കുന്നത്, ഈ ലോകം വിട്ട് പോകുന്നത്, അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ പ്രസൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്ര ശക്തി ആർജിച്ച് നമുക്ക് മുന്നിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. മരണം എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരം സ്വീകരിച്ച് പോകുന്ന ഒരു യാത്ര മാത്രമാണ്. അല്ലാണ്ട് ഒരിക്കലും അവരവശേഷിപ്പിച്ച ആത്മീയ ചൈതന്യം എന്ന് പറയുന്നത് നമുക്കിടയിൽ തന്നെ നിലനിൽക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ 2011 2020 എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതായത് 2011 ഈ നാട്ടിൽ ഇത്രയധികം പട്ടിണി പാവങ്ങൾ ഉണ്ടായിരുന്നു. 2011-12 എന്ന് പറയുന്നത് ഈ ഞാൻ പോലും സ്വന്തമായിട്ട് അച്ചീവ് ചെയ്ത്, എന്താ പറയുക, സ്വന്തമായിട്ടൊരു നടി എന്ന പേരെടുത്ത് ഒരു വളരെ സാധാരണക്കാരിയായിട്ട് വളരെ നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. എൻ്റെ 6 വയസ്സ് മുതൽ ഞങ്ങൾ വാടക വീടുകളിൽ മാറി മാറിയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ 22ാമത്തെ വയസ്സിൽ ഞാൻ സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കി. 2010 ഞാൻ പോലും ഒരു സ്വന്തമായിട്ട് വീടുണ്ടാക്കി ഒക്കെ ഞാൻ വളരെ ലാവിഷായിട്ട് ഈ ലോകം നൽകുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് അനുഗ്രഹീതയായിട്ട് ജീവിക്കുമ്പോൾ ആ കാലം എന്ന് പറയുന്നത് ഇന്ത്യ, ലോകം എന്ന് പറയുന്നത് ഡിജിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞു. നമ്മളെല്ലാവരും മുഖപുസ്തകത്തിന് അടിമകളായിട്ട് മുഖം കുനിച്ച് എഫ് പോലെ, ഫേസ്ബുക്കിൻ്റെ സൈൻ പോലെ, എംബ്ലം പോലെ നമ്മൾ വളഞ്ഞിരിക്കുന്ന ഒരു കാലമാണ്. ഡിജിറ്റൽ സാങ്കേതികതയിൽ എന്തുമാത്രം മുന്നേറ്റം ഈ കാലം വരിച്ച ഒരു കാലഘട്ടത്തിലാണ് ഇത്രയും പട്ടിണിപ്പാവങ്ങൾ കിഴക്കമ്പലം പഞ്ചായത്തിൽ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞ ആ ഒരു നിമിഷമുണ്ടല്ലോ, ഞാൻ തകർന്നുപോയി. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കഴിഞ്ഞ് വന്ന ഉടനെ അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് നമസ്കരിക്കുകയാണ് ചെയ്തത്. ഭക്ഷണം കൊടുത്ത്, മക്കൾക്ക് ഭക്ഷണം കൊടുത്തു വിടാൻ നിവൃത്തിയില്ലാത്ത അമ്മമാരുള്ള ഇടം,
മരുന്ന് കിടപ്പ് രോഗികളെ ചികിത്സിക്കാൻ പറ്റാത്ത ഇടം, ആടുമാടുകളും കോഴികളും മനുഷ്യരും എല്ലാം ചേർന്ന് നാല് കാല് വെച്ച ഒരു കൂര എന്ന് പോലും പറയാൻ പറ്റാത്ത ടാർപോളിൻ ഷീറ്റിന്റെ അടിയിൽ താമസിച്ചിരുന്ന കാലം ഈ 2012 എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്നെ അതിശയിപ്പിക്കുകയാണ്. അതിൽ യാതൊരു അത്ഭുതവും എനിക്ക് പറയാനില്ല. കാരണം ലോകം ഏതെല്ലാം രീതിയിൽ മാറിയ ഒരു കാലത്തും ഇത്തരം ഒരു ജനത, ഇത്രയധികം ജനപ്രതിനിധികൾ ഇവിടെ മാറി മാറി ഭരിച്ചിട്ടും ഇത്തരം ഒരു ജനത കണ്ണീരോടുകൂടി നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നു എന്നത് എന്നെ തീർച്ചയായിട്ടും അതിശയിപ്പിക്കുന്നതാണ്. പക്ഷെ ഒന്ന് നോക്കൂ, നമ്മളെ 60 കൊല്ലം 70 കൊല്ലത്തോളം ഭരിച്ചുകൊണ്ടിരുന്ന നമ്മളുടെ കോൺഗ്രസ് കുടുംബത്തിൽ നിന്നും ഒരാൾ വന്നിട്ട് ഇന്ന് പ്രധാനമന്ത്രിയാവാൻ വേണ്ടിയിട്ട് പപ്പു എന്ന് നാം എല്ലാവരും ഓമന പേരിട്ട് വിളിക്കുന്ന അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഭാരതത്തിലെ ദാരിദ്ര്യം എന്നത് വെറുതെ ഒരു കെട്ടുകഥയല്ലേ എന്ന്. ആ കെട്ടുകഥയല്ല എന്ന് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് 2020 വളർച്ച. 2020 എന്ന് പറയുന്ന പ്രസ്ഥാനം ആദ്യമായിട്ട് ഭക്ഷണമാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വിതരണം ചെയ്തു കൊടുത്തത്. ന്യായവിലയിൽ ഭക്ഷണം കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ സ്വപ്നങ്ങൾ എപ്പോഴും എന്താ, വയറ് നിറഞ്ഞു കഴിയുമ്പോൾ അടുത്ത സ്വപ്നത്തിലേക്ക് നമ്മൾ യാത്രയാവും അല്ലേ. നമുക്ക് ഫ്രിഡ്ജ് വേണം, വാഷിംഗ് മെഷീൻ വേണം. എന്താണ് ദാസ നമുക്ക് ഈ ചിന്ത നേരത്തെ തോന്നാത്തത് എന്ന് തോന്നുന്ന വിധത്തിൽ നമുക്ക് പലവിധമായിട്ടുള്ള മനുഷ്യ സഹജമായിട്ടുള്ള ആഗ്രഹം വരും. ആ ആഗ്രഹങ്ങളുടെ എല്ലാം കൂടെ 2020 നിന്നിട്ടുണ്ട് അല്ലേ. മരുന്നായും അന്നമായും പാർപ്പിടമായും എല്ലാം നിൽക്കുന്ന ആ സമയത്ത് ആണ് ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും ചേരുന്ന, സാബുവേട്ടന്റെ ഭാഷയിൽ പറഞ്ഞാൽ 11 22 കൂട്ടം ജനങ്ങൾ, 22 കൂട്ടം ജനപ്രതിനിധികൾ എന്ന് പറയുന്ന ആ പേരിൽ അവിരാജം നടക്കുന്ന ആളുകൾ, അഭിരമിക്കുന്ന ആളുകൾ, ജനസേവകർ എന്ന് സ്വയം വാഴ്ത്തി പറയുന്ന ആളുകൾ, അവർ വന്നിട്ട് 2020 പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയാണ്. നമ്മളുടെ അമ്മമാർ അടികൊണ്ട് തെരുവിൽ വീണിട്ടുണ്ട്. അന്ന് കണ്ണുനീരോട് കൂടിയിട്ട് അവരെ ശപിച്ചിട്ടുണ്ട്. എനിക്ക് പ്രിയപ്പെട്ട സിന്ധു ചേച്ചിയൊക്കെ കഴിഞ്ഞ ദിവസം 2020 ഉദയത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പ്രസംഗിച്ചത്. അപ്പോൾ ആ കണ്ണുനീരിൽ നിന്നും ഉദയം കൊണ്ടതാണ് 2020 എന്ന് പറയുന്ന പ്രസ്ഥാനം. ആ പ്രസ്ഥാനം ഇന്ന് 9 പഞ്ചായത്തുകളെ ഏറ്റവും ലോകത്തിന് തന്നെ മാതൃകയാക്കുന്ന രീതിയിൽ ചേർത്ത് പിടിച്ച് വളർന്ന് പന്തലിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി, ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി എന്താണോ ഈ ലോകത്തിന് സംഭാവന നൽകാനായിട്ട് ആഗ്രഹിച്ചത്, അതേ വികസന പ്രവർത്തനങ്ങളെ മാതൃകയാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച നമ്മളുടെ പ്രിയപ്പെട്ട സാബുവേട്ടൻ 2020 NDA സഖ്യകക്ഷിയുമായി ചേർന്നു എന്നുള്ള ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് 2020 ഒരു ക്ഷണം എന്ന് പറഞ്ഞപ്പോൾ ഒരു മാത്ര പോലും എനിക്ക് ആലോചിക്കേണ്ടി വന്നില്ല. തീർച്ചയായിട്ടും ഞാൻ കൈകൊടുത്ത് കൂടെ വരുന്നത്. നമ്മുടെ ആദരണീയരായ പ്രധാനമന്ത്രി നമുക്ക് എന്തൊക്കെയാണ് ഈ ഭാരതത്തിലെ പെൺമക്കൾക്ക് വേണ്ടി, ഭാരതത്തിലെ പുത്രന്മാർക്കും പുത്രിമാർക്കും അമ്മമാർക്കും വേണ്ടി എന്തൊക്കെ പദ്ധതികളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. അത് കേവലം സാനിറ്ററി നാപ്കിൻസിൽ ഒതുങ്ങുന്നതല്ല. സാനിറ്ററി നാപ്കിൻസിനെ കുറിച്ചൊന്നും എനിക്ക് ഒരു വേദിയിലും സംസാരിക്കാൻ ഇഷ്ടമല്ല. അത് തീർച്ചയായിട്ടും നമ്മൾ സ്ത്രീകളുടെ ഒരു സ്വകാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ അത്രയ്ക്ക് അങ്ങോട്ട്, ഇത് എല്ലാ സ്ത്രീകളും അനാദിയായ കാലം തൊട്ട് ആദവും ഹവ്വയും ഉണ്ടായിരുന്ന കാലം മുതൽ ഇത് സ്ത്രീകൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ്. അതിനെപ്പറ്റി അത്രയ്ക്കും പ്രസംഗിക്കണമെന്നോ ഒരിടത്തും എഴുതണമെന്നോ അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക അഡ്വാൻറ്റേജ് എടുക്കണമെന്നോ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഇടതുപക്ഷത്തെ ആൾക്കാരൊക്കെ സ്ത്രീകളെ പറയാറുണ്ട്, എന്താണ് ഗുൽമോഹർ ചുവട്ടിൽ ചേച്ചി പെണ്ണെ നീയുമായിട്ട് പോയിരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുള്ള പല എഴുത്തുകളും നമ്മൾ വായിക്കുമ്പോൾ പുച്ഛിച്ച് നമ്മൾ തള്ളാറുണ്ട്. എന്നാൽ ഇവിടെ ഭരിക്കാൻ വന്ന LDF സർക്കാർ ആർത്തവ കവാടം പണിത് ഇവിടുത്തെ അമ്മമാരെയും പെൺമക്കളെയും അപമാനിച്ചപ്പോൾ നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി ഏറ്റവും തുച്ഛമായ വിലയ്ക്ക് 1 രൂപയ്ക്ക് സാനിറ്ററി നാപ്കിൻ എന്ന് പറയുന്ന വിപ്ലവകരമായ ഒരു മാറ്റം ഭാരതത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സമ്മാനിച്ചിട്ടുണ്ട്. കാരണം ശുചിത്വത്തിന്റെ കാര്യത്തിൽ കേരളത്തിലെ സ്ത്രീകൾ ഒരുപാട് മുന്നിലാണ് നിൽക്കുന്നത്. പക്ഷേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പെൺമക്കൾ ആർത്തവകാലത്ത് അവർക്ക് തൊഴിലിടത്തേക്ക് പോകാനായിട്ട് സാധിക്കുകയില്ല. അവർക്ക് കീറി ഒടുക്കാൻ ഒരു കഷ്ണം മുണ്ട് പോലും ഇല്ലാത്ത ഒരിടത്ത് അവർ മണ്ണ് കൂട്ടിവെച്ചും ചാരം കൂട്ടിവെച്ചും ഇലകൾ കൂട്ടിവെച്ചും അവർ ഒരു സ്ഥലത്ത് അടങ്ങി മിണ്ടാതെ പഠിക്കാൻ പോകാതെ തൊഴിലിടത്തിലേക്ക് പോകാതെ ഇരിക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹം അത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കത്ര വലിയൊരു വാല്യുബിൾ ആയിട്ടൊരു കാര്യമായിട്ടോ ഞാൻ അത് കണ്ടിട്ട് പൊട്ടിക്കരഞ്ഞു എന്ന് പറയുമ്പോൾ അതിനെ ട്രോളാൻ വേണ്ടിയിട്ടും അതിശയോക്തിപരമായിട്ടൊക്കെ ആൾക്കാർ കാണുമായിരിക്കും. പക്ഷേ യാഥാർത്ഥ്യം അതാണ്. നാം നിരവധി റിപ്പോർട്ടുകൾ വായിച്ചിട്ടുണ്ട്. കരിമ്പിൻ പാടത്തേക്ക് പണിക്ക് പോകുന്ന സ്ത്രീകളൊക്കെയും ആർത്തവം വരാതിരിക്കാൻ വേണ്ടിയിട്ട് 1 or 2 മക്കളെ പ്രസവിച്ചു കഴിഞ്ഞാൽ അവരുടെ യൂട്രസ് റിമൂവ് ചെയ്യുന്ന ഒരു നാടിന് വേണ്ടിയിട്ടാണ് മോദിജി ഈ വിപ്ലവകരമായിട്ടുള്ള മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ അമ്മമാരൊക്കെ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് വെളുപ്പിനെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ചോറും കറിയൊക്കെ കെട്ടി തന്നുവിടാൻ വേണ്ടിയിട്ട് എന്തോരം പുകയൂതി കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളുടെ ആദരണീയ
ബഹുമാന്യനായ പ്രധാനമന്ത്രിയുടെ അമ്മയും അത് തന്നെ ചെയ്യുന്നത് കണ്ടിട്ടാണ് അദ്ദേഹം വളരുന്നത്. അദ്ദേഹം തീരുമാനിക്കുകയാണ് ഉജ്ജ്വൽ യോജന എന്ന് പറയുന്ന പദ്ധതിയിലൂടെ ശ്വാസകോശ അർബുദമില്ലാത്ത അമ്മമാരെയും സ്ത്രീകളെയും പെൺമക്കളെയും ഇവിടെ സൃഷ്ടിക്കണം. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് ഉജ്ജ്വൽ യോജന പദ്ധതി കൊണ്ടുവന്നു. നിങ്ങൾ നോക്കൂ, ഇന്ന് പേടിഎം അതുപോലെയുള്ള എന്താ പറയാ QR കോഡുകൾ എല്ലാവർക്കും ഉണ്ട്. നമുക്ക് ഇന്ന് പൈസയൊന്നും ക്യാരി ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ചില്ലറ പോലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടം പറയേണ്ട ആവശ്യം വരുന്നില്ല. അത് എന്തുകൊണ്ടാണ്? ഇന്ന് 40 കോടിയിലധികം ബാങ്ക് അക്കൗണ്ടുകളാണ് നമ്മുടെ പ്രധാനമന്ത്രി നമുക്ക് വേണ്ടിയിട്ട് തുറക്കാനായിട്ട് സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുള്ളത്. കാരണം 1000 രൂപ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചെല്ലുന്ന ആർക്കും വളരെ നിസ്സാരമായിട്ടുള്ള ഒരു അക്കൗണ്ട് ബാലൻസിൽ നമുക്ക് എല്ലാവർക്കും അക്കൗണ്ട് തുറക്കാനായിട്ട് പറ്റും. മാതൃവന്ദൻ യോജന എന്ന് പറയുന്നത് 60 വയസ്സിന് മുകളിലുള്ള അമ്മമാർക്ക്, ഇവിടെ വലിയവർക്കേ ലോൺ കിട്ടുന്നില്ല, കൊളാട്രൽ കൊടുക്കാണ്ട് വലിയവർക്കേ ലോൺ കിട്ടാത്ത ഒരു കാലത്ത് 60 വയസ്സ് കഴിഞ്ഞ അമ്മമാർക്കും സ്വന്തം കാലിൽ അഭിമാനത്തോടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി മോദിജി നമുക്ക് മാതൃവന്ദൻ യോജന എന്ന് പറഞ്ഞ പദ്ധതി കൊണ്ടുവന്നത്. എല്ലാവർക്കും കിടപ്പാടം ഉണ്ടാവണം എന്ന ആഗ്രഹത്തോടു കൂടിയിട്ടാണ് PM യോജന എന്ന് പറഞ്ഞ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടുത്തെ ഇടത് സർക്കാർ പേര് മാറ്റി വേറെ പേരുകളിലൊക്കെ ഇവിടെ ആൾക്കാർക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷെ അത് വളരെ 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 കുറവാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന നഗരം എന്ന് പറയുന്നത് തിരുവനന്തപുരം മാത്രമാണ്. നമുക്ക് അവിടെ മാത്രമാണ് ഒരു മേയറെ കിട്ടിയിട്ടുള്ളത്. നോക്കൂ, ഇനി NDA സർക്കാർ അധികാരത്തിൽ വന്നാൽ, NDAയുടെ MLA ഇവിടെ വന്നാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് 20,000 വീടുകളായിരുന്നു ഇല്ലാത്തത്, 20,000 വീടുകളില്ലാത്തവരായിരുന്നു ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ VV രാജേഷ് അധികാരത്തിലേറി ഏതാനും ദിവസത്തിനധികം തന്നെ മാധ്യമങ്ങളോട് പ്രഖ്യാപിക്കുകയും ഒരു വർഷം 5000 വീട് വെച്ച് ഇറങ്ങുന്ന സമയം കൊണ്ട് 20,000 വീടുകളുടെ പണി പൂർത്തിയാക്കിയിരിക്കുമെന്ന് ആർജവത്തോടു കൂടിയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2020യുമായിട്ട് കഴിച്ചു കോർത്ത് കഴിഞ്ഞാൽ തീർച്ചയായും NDA സർക്കാരിന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വീടില്ലാത്ത മുഴുവൻ പാവപ്പെട്ടവർക്കും വീട് കൊടുക്കാനായിട്ട് സാധിക്കുമെന്നതിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. അങ്ങനെ കുഞ്ഞുങ്ങളുടെ ബേഠി ബച്ചാവോ ബേഠി പഠാവോ, നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ പെൺകുഞ്ഞുങ്ങൾ ജനിച്ചാലും ആൺകുഞ്ഞുങ്ങൾ ജനിച്ചാലും നമ്മൾ ആരോഗ്യമുള്ള കുഞ്ഞ് ജനിക്കണമെന്ന് മാത്രമേ നമ്മൾ കരുതാറുള്ളൂ. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളുടെ സ്ഥിതി അതല്ല. പെൺകുട്ടികൾ ജനിക്കുന്നത് ശാപമാണ് എന്ന് കരുതിയിട്ട് അവര് നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ പോലും നമ്മൾ കുറെ കാലം മുൻപ് വരെ ഇപ്പോഴും ഇടയ്ക്ക് നമ്മൾ കേൾക്കാറുണ്ട്, അവരുടെ വായിലേക്ക് നെല്ലിട്ട് കൊടുത്തും അവരെ ശ്വാസം മുട്ടിച്ചും കൊല്ലുന്ന കാലത്താണ് മോദിജി പെൺമക്കളാണ് കുടുംബത്തിന്റെ നിലവിളക്ക് എന്നും അന്തസ് എന്നും പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നമ്മൾക്ക് വേണ്ടിയിട്ട് കുറിപ്പടി കിട്ടി. എനിക്ക് ഒരുപാട് സംസാരിക്കാനുള്ള സമയമില്ല. അപ്പോ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സുകന്യാ സമൃദ്ധി യോജന, അങ്ങനെ എന്തെല്ലാം പദ്ധതികൾ നമ്മുടെ പെൺമക്കൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ ആനുകൂല്യങ്ങൾ നമ്മളിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും NDA സർക്കാരിൻ്റെ പ്രതിനിധികളായിട്ട് നമ്മുടെ നിയമസഭയിൽ തീർച്ചയായിട്ടും നമ്മുടെ MLA വേണം. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് എന്താ പറയുക, പട്ടികജാതി പട്ടികവർഗ വികസനത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് നമ്മുടെ ആരാധ്യനായ നമ്മളുടെ ബാബു ദിവാകരൻ സാറ് തന്നെ സംസാരിക്കുന്ന സമയത്ത്, നമ്മുടെ സ്ഥാനാർത്ഥി തന്നെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കായിരുന്നു, വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആദിവാസി ക്ഷേമത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസ് സർക്കാർ അന്ന് PK ജയലക്ഷ്മി എന്ന് പറയുന്ന ഒരു മാഡത്തിനെ അവരുടെ മന്ത്രിയാക്കി തന്നെ ആദിവാസി വികസന കോർപ്പറേഷൻ്റെ മന്ത്രിയായിട്ട് തന്നെ കൊണ്ടുവന്നു, പ്രതിനിധിയായിട്ട് കൊണ്ടുവന്നു. എന്നാൽ ആദിവാസി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ അനുവദിച്ച ഒരു പദ്ധതി പോലും അവരിലേക്ക് എത്തിക്കാണ്ട് ആ പദ്ധതി മുഴുവനും ലാപ്സ് ആക്കി പോയ ഒരു പ്രതിനിധിയാണ് നമ്മൾ PK ജയലക്ഷ്മിയിലൂടെ കണ്ടത്. തീർച്ചയായിട്ടും നമ്മളുടെ ബാബു ദിവാകരൻ സാർ എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുവാനുള്ള എല്ലാ പദ്ധതികളും നമുക്ക് വാങ്ങിത്തന്ന്, അഥവാ നമുക്ക് വാങ്ങിത്തരാൻ എന്തെങ്കിലും ഒരു മടി കാണിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോഴത്തെ ജനപ്രതിനിധികളെ നമ്മൾ കണ്ടിട്ടില്ലേ, വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ വരും, നമ്മുടെ മക്കളെ എടുക്കും, അവരെ കഴുകിപ്പിച്ചു കൊടുക്കും, കുളിപ്പിച്ചു കൊടുക്കും, നമ്മുടെ മീൻചട്ടിയിൽ ചോറുണ്ണും, നമ്മുടെ വീട്ടിൽ വന്ന അടുക്കളയിലെ പാത്രങ്ങൾ വേണമെങ്കിലും കഴുകിത്തരും. എത്ര ട്രോള് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. പിന്നെ നമ്മുടെ ബേബി സാറൊക്കെ ഇപ്പം വരും പാത്രം കഴുകിത്തരാമെന്ന് പറഞ്ഞ ട്രോളും കണ്ടിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കില്ല ഒരിക്കലും നമ്മളുടെ ബാബു ദിവാകരൻ സാർ. തീർച്ചയായിട്ടും നമുക്ക് എന്തെങ്കിലും സഹായങ്ങളൊക്കെ കിട്ടുന്നില്ലെങ്കിൽ, നമ്മളിലേക്ക് എത്തുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിൽ ഒരാളായിട്ട് നമ്മുടെ കൂടെ തന്നെ കാണും. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ തരാം, ഞാൻ വിളിച്ച് പറഞ്ഞോളാം. എന്തായാലും അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല, അദ്ദേഹം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. കാരണം അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീരിന് മനസാക്ഷിയുള്ള കേരള ജനത മുഴുവനും സാക്ഷ്യം വഹിച്ചതാണ്. അപ്പോൾ ഈ വൈകിയ വേളയിൽ ഇനിയും അധിക പ്രസംഗത്തിന്
സ്കോപ്പില്ല, സാധ്യതയുമില്ല, അതിൻ്റെ ആവശ്യവുമില്ല. എനിക്ക് പറയാനുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ എനിക്കും ഭയം തോന്നുകയാണ്. ഇവിടെ ഈ ആൾക്കൂട്ടത്തെ കണ്ടപ്പോൾ ഞാൻ സാബു സാറിൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ വിജയിച്ചു കേട്ടോ, ഇനി നമുക്കൊന്നും ചെയ്യേണ്ടെന്ന്. പക്ഷേ അതല്ല, അങ്ങനെയല്ല ഇതിൻ്റെ സ്ഥിതി എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള 10 വോട്ടുകൾ വീതം നിങ്ങൾ സുരക്ഷിതമാക്കണം, നിങ്ങൾ സംരക്ഷിക്കണം എന്നുള്ള അപേക്ഷയോട് കൂടിയിട്ട് ഞാൻ നിർത്തുകയാണ്. നമ്മുടെ ബാബു ദിവാകരൻ സാറിനും 2020യുടെ മുഴുവൻ പ്രതിനിധികൾക്കും എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഭാരതാംബയുടെ മക്കൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം, വന്ദേ മാതരം. വളരെ നല്ലൊരു ഗാനമൊക്കെ ആലപിച്ച് നമ്മളെ വേറെ ഏതോ ഒരു ലോകത്തേക്ക് എത്തിച്ചു. ആ ഒരു എനർജിക്ക് താങ്ക് യു സോ മച്ച് ലക്ഷ്മി മാം. അടുത്തതായി ആശംസ അറിയിക്കുന്നതിന് സിനി ആർട്ടിസ്റ്റ് 2020 പ്രതിനിധി ശ്രീമതി വീണ നായരെ ക്ഷണിക്കുന്നു. സദസ്സിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തികൾ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാർക്കും ആദ്യം തന്നെ നമസ്കാരം. ഇനി ഒരുപാട് നേരം ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ, 2-3 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് മാത്രം പറഞ്ഞിട്ട് ഞാൻ വേഗം തന്നെ മൈക്ക് ഞാൻ കൈമാറുന്നതാണ്. മറ്റൊന്നുമല്ല, എന്നും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ എന്നും സാധാരണക്കാരുടെ പ്രശ്നം തന്നെയാണ്. അതിപ്പോൾ കേരളത്തിൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ളത് ഭക്ഷണം, പാർപ്പിടം, വെള്ളം, കുട്ടികളുടെ പഠിത്തം, പ്രശ്നങ്ങളെല്ലായിടത്തും എന്നും ഒരേപോലെ തന്നെയാണ്, അന്നും ഇന്നും എന്നും. പക്ഷേ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മാറ്റമുണ്ടാവണം. വികസനമൊക്കെ നടക്കുന്നെന്ന് പറയുന്നുണ്ട്, പക്ഷെ സാധാരണക്കാരുടെ ഇടയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്ത് വികസനമാണ്, അവരുടെ നാട്ടിൽ എന്ത് വികസനമാണ്, അവരുടെ ജീവിതത്തിൽ എന്ത് വികസനമാണ് സംഭവിക്കുന്നത്? ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ അതിനൊക്കെ ഒരു മറുപടിയായി 2020 എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വിജയിച്ച് കഴിഞ്ഞ, നമ്മൾ വിജയം കണ്ടുകൊണ്ടിരിക്കുന്ന കൺസെപ്റ്റ് കിഴക്കമ്പലത്ത് ഇപ്പം നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ ഇപ്പോൾ അമ്മമാരായാലും നമ്മുടെ വീട്ടിലിപ്പോൾ ഞാനൊരു അമ്മയാണ്, ഞാൻ ഈ കഷ്ടപ്പെടുന്ന മുഴുവൻ എൻ്റെ കൊച്ചിന് വേണ്ടിയിട്ടാണ്. അവന് 3 നേരം നല്ല ഭക്ഷണം കൊടുത്ത്, അവന് താമസം കൊടുക്കുക, അവന് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, ഇതിന് വേണ്ടിയിട്ടാണ്. ഇവിടെയുള്ള എല്ലാവരും അതിന് തന്നെയല്ലേ കഷ്ടപ്പെടുന്നത്, അല്ലേ? ആണ്. ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് ഉറപ്പ് നൽകുകയാണ് 2020 NDA നിങ്ങൾക്ക് ആദ്യമായി തരുന്നത്. ഭക്ഷ്യസുരക്ഷയുടെ ഉറപ്പ്. ഒരു മനുഷ്യൻ ആദ്യം വേണ്ടത് ഭക്ഷ്യസുരക്ഷയാണ്. ഭക്ഷണം അത് കിട്ടിയില്ലെങ്കിൽ തീർന്നു. പിന്നെ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എന്തെല്ലാം കാണിച്ചിട്ടും കാര്യമില്ല. എന്ത് ഭക്ഷ്യസുരക്ഷയാണ് 2020 നിങ്ങൾക്ക് ഉറപ്പ് തരുന്നത്? നിങ്ങൾ വാങ്ങിക്കുന്ന 500 രൂപയുടെ 365 രൂപയോളം ഉണ്ട് ഇപ്പോൾ 1 കിലോ വെളിച്ചെണ്ണയ്ക്ക്. അതിൻ്റെ പകുതി പൈസ കൊടുത്ത് നിങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാം. നിങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് ഇവിടെ 2020 NDA വരുന്നതോടുകൂടി ഇവിടുത്തെ പഞ്ചായത്തുകളിലെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങൾക്കും വെറും 50% പൈസ കൊടുത്താൽ മതി. അതൊരു ചെറിയ കാര്യമല്ല, ഒരു സാധാരണപ്പെട്ടവർക്ക് അതൊരു ചെറിയ കാര്യമല്ല. ഇനി നോക്കിക്കോ, അടുത്തത് ആരോഗ്യം, മെഡിക്കൽ, അല്ലേ? മെഡിസിൻ. എല്ലാവർക്കും ഒരു 30കൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇല്ലാത്ത അസുഖങ്ങളൊന്നും ഇല്ലല്ലോ. എല്ലാത്തിനും മരുന്ന് വേണം. ഏറ്റവും അധികം കൊള്ളയും ബിസിനസ്സും നടക്കുന്ന ഫീൽഡെന്ന് പറയുന്നത് മെഡിക്കൽ ഫീൽഡാണ്. മെഡിസിൻ എല്ലാം 50% ആരോഗ്യത്തിന് ഉറപ്പ് നൽകിക്കൊണ്ട് മെഡിസിൻസിൻ്റെ നിങ്ങൾക്ക് മെഡിസിൻസ് അലോ ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരുന്നു. അടുത്തത് എടുത്തു കഴിഞ്ഞാൽ നല്ല റോഡുകൾ. കിഴക്കമ്പലത്തെ റോഡുകളൊക്കെ നിങ്ങൾക്ക് ഞാൻ പറയാതെ അറിയാലോ, 10-15 വർഷം ഗ്യാരണ്ടി ഉള്ള റോഡുകളാണ്. എന്തിപ്പം നമുക്ക് നല്ല റോഡുകൾ നമ്മുടെ വളർച്ചയുടെ വികസനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്തത് എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒന്ന് ചിന്തിക്കുക, ഇപ്പോൾ ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ്, ആ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ എത്ര പേരുണ്ടാവും? നമ്മുടെ പഞ്ചായത്തിലെ ആൾക്കാർക്ക് ജോലി കിട്ടുകയാണ്. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് 2020 NDA നിങ്ങളിലേക്ക് മുന്നിലേക്ക് വെക്കുന്നതെന്നറിയോ? നിങ്ങൾ ആദ്യം അതാണ് ചിന്തിക്കേണ്ടത്. 2020 എന്ന് പറയുന്നത്, 2020 NDA എന്ന് പറയുന്നത് വെറും ഒരു പ്രസ്ഥാനം മാത്രമല്ല, അതൊരു വികാരം തന്നെയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകും വൈകാതെ. കുന്നത്ത് നാട്ടിലെ മണ്ഡലത്തിലെ ഓരോ ഗ്രാമത്തിലുള്ള ഓരോ മനുഷ്യർക്കും അതെന്താണ്, അതിൻ്റെ ഗുണം എന്താണെന്ന് വൈകാതെ മനസ്സിലാവും. സാബു ജേക്കബ് അദ്ദേഹം
ഞാനൊരു പൊതുപ്രവർത്തകയായിട്ട് ഞാൻ നിന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു രാഷ്ട്രീയത്തിൻ്റെയും ഒന്നിൻ്റെയും പശ്ചാത്തലമില്ലാതെ ഒന്നിൻ്റെയും ഒരു സപ്പോർട്ടില്ലാതെ എല്ലാ രീതിയിലും ഞാൻ മുന്നോട്ട് നിന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒരു ജനങ്ങളെ സേവിക്കണം എന്ന് ഒരു മനുഷ്യന് തോന്നിയാൽ അതിന് രാഷ്ട്രീയം പഠിക്കുകയോ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് മറ്റേ അച്ഛനും അമ്മയും രാഷ്ട്രീയത്തിൽ വരണമെന്നോ ഒന്നുമില്ല. എനിക്കൊരുത്തനെ സഹായിക്കണം, എനിക്കൊരാളെ സഹായിക്കണം, എനിക്ക് ജനങ്ങളെ സഹായിക്കണം തോന്നിയാൽ അന്ന് മുതൽ ജനസേവനത്തിന് ഇറങ്ങിയാൽ ഞാൻ അതിന് ബാധ്യസ്ഥതയോടുകൂടി ജനങ്ങൾക്ക് മുന്നിലേക്ക് ഇറങ്ങണമെന്ന് തീരുമാനിക്കുന്ന ഓരോ ആൾക്കാരും ജനപ്രതിനിധികൾ തന്നെയാണ്. അങ്ങനെ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു തീരുമാനം ഞാൻ എടുത്തത്. അത് മറ്റൊന്നുകൊണ്ടുമല്ല, സാബു സാർ ഇങ്ങനെ ഇതിനെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് 2020 എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പറഞ്ഞ് ആ ഒരു കാര്യത്തിലുള്ള ഉറപ്പിന്മേലാണ്. നോർമലി നമ്മൾ മാനിഫെസ്റ്റോ കാണാറുണ്ട് അല്ലേ, ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരും, മറ്റേത് വരും, മറിച്ചത് വരും, അത് വരും, ഇത് വരും, അത് അങ്ങനെയാക്കും, ഇതിങ്ങനെയാക്കും. ഇത് സംഭവിച്ചു കഴിഞ്ഞ സക്സസ് ആയിട്ട് കിഴക്കമ്പലത്ത് സംഭവിച്ചു കഴിഞ്ഞ 2020 എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനം, 2020 എന്ന് പറയുന്ന വലിയൊരു കൺസെപ്റ്റ് സംഭവിച്ച് കഴിഞ്ഞതാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ നാട്ടിലും നിങ്ങളുടെ പഞ്ചായത്തുകളിലും വരുമെന്ന് അതൊരു ഉറപ്പാണ്, കഴിഞ്ഞതാണ്, സംഭവിച്ചതുമാണ്. ആ ഉറപ്പിനെ നിങ്ങൾ നെഞ്ചിലേറ്റണം. അതിനെല്ലാ രീതിയിലുമുള്ള സപ്പോർട്ട്, എന്ത് രീതിയിലുമുള്ള സപ്പോർട്ടിന് നമ്മുടെ കൂടെ സാബു ജേക്കബ് അദ്ദേഹമുണ്ട്. ഇന്ന് മുതൽ അങ്ങോട്ട് ഞാൻ അങ്ങനെയാണ് പറയാൻ ആഗ്രഹിക്കുക. ഇന്ന് മുതൽ അങ്ങോട്ട് ബാബു ദിവാകരൻ സാർ അദ്ദേഹം നിങ്ങളിൽ ഒരാളായി സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് സാധാരണക്കാരുടെ കൂടെ നിൽക്കുവാൻ വേണ്ടി നിങ്ങളിൽ ഒരാളായിട്ട് കൂടെ ഉണ്ടാവും. ചക്ക എന്ന് പറഞ്ഞ അടയാളത്തിൽ നിങ്ങൾ അദ്ദേഹത്തെ ഏപ്രിൽ 9 ചക്ക അടയാളത്തിൽ രേഖപ്പെടുത്തി നിങ്ങളുടെ കുന്നത്തുനാട് മണ്ഡലം നന്നാവാൻ വേണ്ടി 2020 NDA കുന്നത്തുനാടിലെ ഓരോ ഗ്രാമപഞ്ചായത്തിലും വന്ന് 2020 എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്ന് കുന്നത്തുനാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുവാൻ വേണ്ടി നിങ്ങൾ കൂടെ നിൽക്കണമെന്ന് താഴ്മയായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. എന്നും ഞാൻ ഉണ്ടാവും 2020-ക്കൊപ്പം. കാരണം 2020 ഒരു വിജയിച്ചു കഴിഞ്ഞ പദ്ധതിയാണ്. അതിനൊപ്പം തന്നെ നമ്മളിപ്പോൾ തന്നെ കേട്ടു 2020 നമ്മൾ NDAയുടെ എല്ലാമായ സാബു സാർ നമ്മളോട് എല്ലാവരോടും പറഞ്ഞു. എന്തിനും ഏതിനും ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ പ്രധാനമന്ത്രിയെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ അത്രയും കേപ്പബിലിറ്റി ഉള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് സാധാരണക്കാരനെ പോലെ അദ്ദേഹത്തോട് ചെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹം ബാബു ദിവാകരൻ സാറിനെ പോലെ ഒരാളെ വെച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാതെ വെക്കില്ല. അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ കേപ്പബിലിറ്റി എന്താണ്. സാധാരണക്കാരാണ് കൂടുതലും ഇവിടെയുള്ളത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ എല്ലാത്തിനും പരിഹാരം ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പം മറക്കരുത്, കൂടുതലൊന്നും ഇനി ഞാൻ സംസാരിക്കുന്നില്ല. നിങ്ങളാണ് ഇനി തീരുമാനമെടുക്കേണ്ടത്. 2020 എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മുടെ ഈ മണ്ഡലത്തിൽ എല്ലാ ഗ്രാമപഞ്ചായത്തിലും വന്ന് നിങ്ങൾ അതിൻ്റെ വിജയത്തിൽ അടുത്ത വട്ടം ഞാനിവിടെ വരുമ്പോൾ MLA ആയി ബാബു ദിവാകരൻ സാറ് പങ്കെടുക്കുന്ന പരിപാടിയിൽ ഞാനും ഉണ്ടാവും ഈ വേദി പങ്കിടാൻ വേണ്ടി. അതിന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അന്ന് മുതൽ പിന്നീടുള്ള 5 വർഷങ്ങളിൽ നിങ്ങളെല്ലാവരും വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നത് 2020-യുടെ എല്ലാ രീതിയിലുള്ള സക്സസിനും നിങ്ങൾ കൂടെ നിൽക്കുന്നത് കാണാൻ എനിക്ക് സാധിക്കും. ഒരുപാട് സന്തോഷം. ഒത്തിരി സന്തോഷത്തോടുകൂടി ആത്മാഭിമാനത്തോടുകൂടിയാണ് ഈ വേദിയിൽ ഞാൻ നിൽക്കുന്നത്. 2020-യോടൊപ്പവും ജനങ്ങളോടൊപ്പവും 2020 NDAയോടൊപ്പവും ഞാൻ എന്നും കാണും. വന്ദേ മാതരം. താങ്ക് യു. നന്ദി ശ്രീമതി വീണ നായർ. അടുത്തതായി ആശംസ അറിയിക്കുന്നതിനായിട്ട് NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ്